പിന്നെ പറയണ്ടോ, ഞാനല്ലോ അവന്റെ പ്രൊഫഷണൽ സ്പീച്ച് ട്രെയിനർ അല്ലേ കുഞ്ഞാവേ? മാമ, അപ്പു മാമ പറഞ്ഞേ. ആ അങ്ങനെ തന്നെ, മാമ മാമ. മോനെ അപ്പു മാമ പറ, അപ്പു മാമ. ഷേ ഒലക്കേന്റെ മൂട്, ഇത് നടപടിയാണോ ലക്ഷണില്ല. കുഞ്ഞാവേ മാമൻ എന്താ പഠിപ്പിച്ചേ? ഒലക്കേന്റെ മൂട്. എടാ ചെറിയ കൊച്ചിനോട് സംസാരിക്കുന്ന ഭാഷയാണോ ഇത്? നീയൊക്കെ എന്റെ അനിയനാണോ? മരയൂള. കോപ്പി ന്യൂ വേർഡ് മരയൂള. മോനെ കഴിക്കടാ, ദ ലാസ്റ്റ് വാണ്. മമ്മി ചമ്മി കഴിക്കടാ മോനോട്ടാ, ഇല്ലേ കോക്കാച്ചി വരും. ആരാ കോക്കാച്ചി? കുഞ്ഞു കുട്ടികൾ തിന്നാൻ വരുന്നതാ. അയ്യോ കോക്കാച്ചി വരല്ലേ, എന്റെ മോൻ കഴിച്ചോളൂ. എന്തിനാ വാവേനെ കോക്കാച്ചി തിന്നാൻ വരുന്നേ? പറഞ്ഞാലെന്തിനാ വിശന്നിട്ട്. അങ്ങനെയാണ്, കോക്കാച്ചി വരുമ്പോ അത് തിന്നാൻ കൊടുത്താൽ മതി. അപ്പൊ വാവേനൊന്നും ചെയ്യില്ല. അമ്മ പേടിക്കണ്ട കേട്ടോ. ഈ പ്രായത്തിലൊന്നും എനിക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ചെക്കനൊന്ന് തീറ്റിച്ചാ ഞാൻ വല്ല കളിപ്പാട്ട് എടുത്തോണ്ട് വരാം. ഇങ്ങ് തന്നെ ചേച്ചി പൊക്കോ, ഇത് നടേശൻ നോക്കിക്കോളാം. നടേശ അതെടുത്ത് നീ വിഴുങ്ങണ്ട കേട്ടോ. ഓ പിന്നെ കുഞ്ഞു പിള്ളേരുടെ ഫുഡ് ഇപ്പൊ ഞാൻ കഴിച്ചിട്ട് വേണ്ടോ? എന്ത് മാട്ട ടേസ്റ്റാ, വെറുതെ ഇതൊന്നും കഴിക്കാതെ. മോണ്ടാ വാ പറഞ്ഞേ. ഇതേ നോക്കിയാ എയറോപ്ലെയിൻ വരുന്നതാണോ? എയറോപ്ലെയിൻ വാ തുറക്ക്. അങ്ങനെ തന്നെ മെടുക്കാൻ. എടാ വിടടാ. ഇനി രണ്ടാമത്തെ എയറോപ്ലെയിൻ കൊണ്ട് വന്ന മൂന്നാമത്തെ വിമാനം പറത്താൻ മാമന്റെ കൈപ്പത്തി കാണില്ല. കുഞ്ഞാവ അതങ്ങ് കടിച്ച് പറിച്ചെടുക്കും. ഐ ആം ഡൺ. എന്തായി മോനൂട്ടൻ കഴിച്ചോ? അത് മോനൂട്ടനല്ല, മോൺസ്റ്റർ കുട്ടനാ. ആഹാ ഇതായിരുന്നു അല്ലേ കളിപ്പാട്ടം. 2 പാറ്റൻ ടാങ്കും കൂടെ വാങ്ങിച്ചു കൊടുക്ക്. ഈ താലൂക്ക് തന്നെ നല്ല വെടിപ്പായിട്ട് ഇടിച്ച് നിരപ്പാക്കി തരും. ഹലോ, താമരാശപ്പിള്ള വീണ്ടും കലൂര് ട്രാഫിക് ജാം ഉണ്ടാക്കിയിരിക്കുന്നു. ഓവർ. ചെക്കൻ പൊരിഞ്ഞ കളിയാണല്ലോ, ഒന്ന് കരയിപ്പിച്ചു വിട്ടാലോ? കുഞ്ഞാവേ നല്ല വെട്ടാണല്ലോ. ഒരു പൊട്ട് ചോദിച്ചാലോ? വേണ്ട, ചിലപ്പോൾ നാണം കെടുത്തി വിടും. ഐഡിയ ഇറക്കാം. കുഞ്ഞാവേ എന്തേലും മിഠായി ഒന്നുമില്ലേ? മാമന്റെ ഐസ്ക്രീം ഉണ്ട്, കുഞ്ഞാവയ്ക്ക് വേണ? ഐസ്ക്രീമോ? ആ നല്ല തണുത്ത ഐസ്ക്രീം. കുഞ്ഞാവ വിചാരിച്ചു അടുപ്പിൽ നിന്ന് ഇപ്പൊ എടുത്തു വെച്ച നല്ല തിളച്ച ഐസ്ക്രീമാന്ന്. അതല്ല, ഈ ഐസ്ക്രീം കുഞ്ഞാവയ്ക്ക് തരണോ വേണ്ടേ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുക. കുഞ്ഞാവയ്ക്ക് ഐസ്ക്രീം ഇഷ്ടാ? എന്നാ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തൊട്ടേ. എന്തിനാ? ഐസ്ക്രീം തരണോ വേണ്ടേ നോക്കാനാ. തൊട്. ഏതില് തൊട്ടാല് തരാ? അതാദ്യം പറ. കുഞ്ഞാവയ്ക്ക് അത് തൊട്ടാ മതിയല്ലോ. പോട്ടെ അതൊന്നും വേണ്ട. കുഞ്ഞാവിടെ കയ്യിലുള്ള മിഠായി തരുവാണ്, മാമൻ ഐസ്ക്രീം തരാ. മിഠായി തിന്നാ പല്ല് ചീത്താവുന്ന മാമൻ തന്നെയല്ലേ പറഞ്ഞേ? അത് കുഞ്ഞാവകൾക്കല്ലേ, മാമന്മാർക്ക് കുഴപ്പമില്ല. ഒരു പൊട്ട് താടാ. മാമന്മാർക്കൊക്കെ എന്തോ ആവാലോ. ഒരു പൊട്ട് മാമനും താടവാവേ. അതെ, കുഞ്ഞാവിടെ വേറൊരു മുട്ടായി ഉണ്ട്. മാമന് അത് മതിയോ? വേറെ ഉണ്ടാ? മാമന് അത് മതിയടാ. ഇന്ന് വെറുതെ പൊട്ടിക്കാൻ നിക്കണ്ട. ഷീറ്റ് മാമൻ. മാമ ഒന്ന് പിടിക്ക്. ഇതെന്തിനാ? എന്താണ്?
എന്താണ് എന്താണ് കുഞ്ഞാവേ? ഓ, എന്തോ മാമ ഇങ്ങനെ അലറി പൊളിക്കുന്നേ? ഈ മാമ എന്റെ കയ്യിൽ നിന്ന് മുത്തായി തത്തി പറിച്ചെടുത്ത് മുഴുവനും കുഞ്ഞാവയ്ക്ക് തരാതെ തിന്നു. എന്തോന്നടാ ഇത്? കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ നിന്ന് മുട്ടായൊക്കെ വാങ്ങിച്ചു നോക്കുന്നേ? ചുമ്മാതല്ല അവന്റെ സർലാക്കൊക്കെ വേഗം തീരുന്നേ. അതും നീ അടിച്ചു മാറ്റുന്നുണ്ടല്ലേ? എന്റെ ചേച്ചി ഈ ചെറുക്കം വെറുതെ അലക്കാണ്. ഞാനൊന്നും തിന്നിട്ടില്ല. കുഞ്ഞാവാതാ മുത്തായി പോയേ, മുത്തായി പോയേ. പോത്ത് പോലെ വളർന്നിട്ട് അവൻ പിള്ളേരെ പറ്റിച്ച് തിന്നാൻ നടക്കുവോ? അവന്റെ ചോര. ഓ, കരയില്ല. അമ്മ വേറെ തരാം ട്ടോ. ദാ. ഇനി അതിലെങ്ങാനും നിന്റെ കൈ വീണ എന്റെ തനി കുണം നീ അറിയും. ഇതിലും കൂടുതൽ എന്തറിയാനാ? എങ്ങനെയുണ്ട് മാമ കുഞ്ഞാവയുടെ ഐഡിയ? ഇപ്പൊ വേറെ മുത്തായി കിട്ടിയില്ലേ? ദാ. എടാ മുടുക്കാ. അല്ലേലേ കുഞ്ഞാവടെ ഒരു വേറൊരു മുട്ടായി കൂതുണ്ട്. മാമന് അത് മതിയോ? ആളെ വിട് സാമി. പോയോ? ഈ മാമനൊരു മിഠായി കൊതിയൻ തന്നെ. കുഞ്ഞാവേ, എന്താണ്? എന്താണ്? മാമൻ പഠിപ്പിച്ചെന്ന ആൽഫബറ്റ്സ് ഇല്ലേ, അതൊന്ന് ചൊല്ലിക്കേ കേക്കട്ടെ. ABCD. അങ്ങനല്ല. ABCDEFG. എടാ ABCDFGHIJKLMNOPQRSTUVWXY. അത് വിട്. നമുക്ക് ആനിമൽസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇതെന്താ? മൊബൈൽ ഫോൺ. ഇതെന്താ? മ്യാവ്. മിയാവ് അല്ല, കാറ്റ്. കാറ്റ്. CAT കാറ്റ്. കാറ്റ്. അപ്പൊ ഇതെന്താ? മ്യാവ്. അല്ലേലും ഈ ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ എടുത്താ പൊന്താത്ത ഐറ്റംസ് പഠിപ്പിക്കാൻ ചെന്നാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ ഒരു മിയാവു. വലുതാവുമ്പോ ശരിയായിക്കോളും. മോനെ, കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചേ. അപ്പം ഇവിടുത്തെ പശുമ്പായി പാല് തന്നില്ല അമ്മേ? ഓ, അതിന്റെ കറവ് പറ്റിയിരിക്കുവാ. നീ വേഗം പോയി വാങ്ങിച്ചോടുന്നേ. അമ്മ, നമുക്ക് ഈ പശുമ്പായിനെ കൊടുത്തിട്ടേ നല്ല 10 നാടൻ കോഴി ബാബേനെ വാങ്ങിക്കാം. അതാവുമ്പോ മുട്ടയും കിട്ടും, ഇടയ്ക്കിടയ്ക്ക് ചിക്കാച്ചി കറിയും വെക്കാം. ഓ, ഈ കദളി വാഴയെ കൊണ്ട് ആലോചിക്കാം. നീ ഇപ്പൊ തൽക്കാലം ഇത് പോയി വാങ്ങിക്കൊണ്ടുവാ. മാമ എടുത്തോ. അപ്പൊ കുഞ്ഞാവിക്ക് വേണ്ടേ? ഞാൻ കഴിച്ചാലും മാമ കഴിച്ചാലും ഒരേപോലെ. സമയം കളയാതെ പോയി വാങ്ങിച്ചോണ്ട് വാടാ. അമ്മ, ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. എന്താ സുഖം. ഒരു പണിയെടുക്കണ്ട. തിന്നാ ഉറങ്ങാ ഷിറ്റിടാ ഉറങ്ങാ തിന്നാ. വല്ല കുഞ്ഞാവയൊക്കെ ആയിട്ട് ജനിച്ചാ മതിയായിരുന്നു. അല്ല, ഞാൻ കുഞ്ഞിലെ കുഞ്ഞാവന്നെ ആയിരുന്നില്ലേ? അങ്ങനെ ഇപ്പൊ സുഖിച്ച് ഉറങ്ങണ്ടടാ പെങ്ങടാ മോനെ. മോനെ മോനെ മാമൻ മാമൻ. ഇപ്പൊ ശരിയാക്കി തരടാ. എണീറ്റാ? അശ്ശോ, ഉറക്കം പോയോ കുഞ്ഞാവേടെ? ഉറക്കം കളയാൻ വേണ്ടി ചെയ്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പോ നീ മാത്രം ഇവിടെ സുഖമായി കിടന്നുറങ്ങണ്ട കേട്ടോ. എന്താണ് അവിഞ്ഞ മോന്ത നനഞ്ഞു
ഒന്നുമില്ല, മൂത്രം കൊണ്ടൊന്ന് മുഖം കഴുകിയതാ. കുഞ്ഞാവേ കുഞ്ഞാവേ ആ കാണിച്ചേ. അമ്മയുടെ ജിങ്കിടി മണിയല്ലേ, ആ കാണിക്കടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ, ട്രഡീഷണൽ ടെക്നിക്ക് യൂസ് ചെയ്യാ. കുഞ്ഞാവേ ഒരു വാ കഴിക്കുവാണേ അമ്മ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാ. അമ്പിളി അമ്മാവന് വേണോ, ഒരു വാ കഴിക്കി. ഈ നട്ടുച്ചയ്ക്ക് അമ്പിളി അമ്മാവിനെ അമ്മയുടെ അമ്മാവൻ കൊണ്ടുവച്ചിട്ടുണ്ടോ ആകാശത്ത്? കുഞ്ഞാവേനെ പറ്റിക്കാൻ നോക്കല്ലേ, ഇത് ഐറ്റം വേറെ. ഭഗവാനെ, ഇത്രയും ബുദ്ധി കൊടുക്കേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് അമ്പിളി അമ്മാനെ രാത്രി പിടിച്ചെന്നാ മതി. ഇപ്പൊ സൂര്യമ്മാവനെ പിടിച്ചു തരാവോ? എന്നാ ഒരു വാ കഴിക്കോ? പിടിച്ചു തരുവാണേ കഴിക്കാം. അതിനെന്താ, സൂര്യമാമനെയും വിജയമാമനെയും ചന്ദ്രൻ ചേട്ടനെയും എല്ലാരെയും പിടിച്ചുതരാം. എങ്ങനെയുണ്ട് കുഞ്ഞാവയുടെ ബുദ്ധി? സൂപ്പർ, അച്ഛന്റെ അതേപോലെ തന്നെ. അല്ലേലും കൈപ്പറ്റയ്ക്ക് ബത്തക്ക ഉണ്ടാവില്ലല്ലോ. കുഞ്ഞാവേ മതി, ഇറങ്ങിക്ക, മാമന് പോവാൻ സമയമായി. മാമൻ കേറിക്കോ, കുഞ്ഞാവയ്ക്ക് ഓടിക്കാറിയാ. നിന്റെ കളിക്ക് നിൽക്കാൻ സമയമില്ല, ഇറങ്ങാൻ. ഇറങ്ങൂല. ഇറങ്ങുവാണേ കുഞ്ഞാവേനെ മാമൻ ബൈക്കിലിരുത്തി കവല വരെ കൊണ്ടുപോവാ. ഇറങ്ങി. മിടുക്കൻ. കേറിക്കോ. പറ്റിച്ചേ. കേറിക്കോ. വീണ്ടും പറ്റിച്ചേ. കുഞ്ഞാവേ ഡോണ്ടു, എറിയരുത്. ഇല്ല, അറിയില്ല. ഹൗ പറ്റിച്ചേ. സ്തോത്രം. കുഞ്ഞാവേ ഒന്ന് നിർത്തിയാ. എന്റെ ആത്മാഭിമാനം, എന്റെ ഇമേജ്. കട്ടിന്റെ അടിയിൽ എന്തപ്പോ ചെയ്യാ? അമ്പിളി അമ്മാവനെങ്കിൽ പാൻറിന്റെ പോക്കറ്റിൽ എന്തുണ്ട്? കിൻഡർ ജോയാണോ, മാനത്തെ കൊമ്പനാന പുറത്ത്? കുഞ്ഞാവേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഞ്ഞാവ് ഇങ്ങ് വന്നേ. എന്താ മാമ? ബാ ഇങ്ങോട്ടേക്ക് വാ, പറയാ. കുഞ്ഞാവിടെ മുഖത്ത് എന്തൊരു ഉറക്ക ക്ഷീണ. വാ വാ, മാമന്റെ കട്ടില് കിടന്നുറങ്ങിക്കോ. കുഞ്ഞാവയ്ക്ക് പുറക്ക് വരുന്നില്ല, മാമൻ വേണേ കിടന്നുറങ്ങിക്കോ. അങ്ങനെ പറയലടാ മുത്തേ, മാമന്റെ മാനത്തിന്റെ പ്രശ്ന. കുഞ്ഞാവ് ഉറങ്ങുവാണേ, ഉറങ്ങി എണീക്കുമ്പോ മാമൻ കിൻഡർ ജോയ് വാങ്ങിത്തരും. എത്ര നേരം ഉറങ്ങണം മാമ? ഇതെന്താ ഇവിടെ ഒരു നനവ് പോലെ? അത് മാമൻ ബെഡിൽ വെള്ളം തെളിച്ചതാ, കുഞ്ഞാവ് ഉറങ്ങുമ്പോ തണുപ്പ് കിട്ടാൻ വേണ്ടി. ഈ മാമന്റെ ഒരു ബുദ്ധി. മാമൻ ABCD വരെ എണ്ണ, അതിനുള്ളിൽ ഉറങ്ങിക്കോണം കേട്ടോ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ? കന്നഡയില്. ഉറങ്ങണോ? കിൻഡർ ജോയ് തരാം. ഉറങ്ങി എണീക്കുമ്പോ എന്തായാലും തരും, പക്ഷെ ശരിക്കും ഉറങ്ങണം. അത് കുഞ്ഞാവെ ഏറ്റു. ABCD പറ. ABCDEFGHIJKLMNOPQRSTUVWXYZ. കുഞ്ഞാവേ കുഞ്ഞാവേ. കുഞ്ഞാവ് ഉറങ്ങി. ചേച്ചി, എടി ചേച്ചി, എന്തെന്നാണ് കാറി പൊളിക്കുന്നേ? നോക്കിയേ, നിന്റെ കൊച്ചന്റെ കടക്കയിൽ കാണിച്ചു വെച്ചേക്കുന്നേ. അവൻ സുഖമായി ഉറങ്ങില്ലേ? ഉറങ്ങുന്നത് പോട്ടെ, അവിടെ മുള്ളി നാട്ടിച്ച് അങ്ങനെ നാശാക്കി. ഞാൻ അതിനടുത്ത് മാറ്റി, എന്നിട്ട് ആ വീരൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്ക. ഇതിപ്പോ എപ്പ കേറി കിടന്നതാ എന്തോ, അങ്ങനെ മുള്ളി നാശാക്കി. ഈ സാധനം ഉണ്ടായിട്ടാണോ? ഇനിയിപ്പോ എന്തിനാ? 4 ഇട്ടെടുത്തോ. ഇത് അവനല്ല, നിനക്കാ. അവനിത് ഇട്ടിട്ട് തന്നെ കിടക്കുന്നേ.
പോത്ത് പോലെ വളർന്നിട്ട് കിടക്കയിലും മുള്ളിയതും പോരാണ്ട് കുഞ്ഞുങ്ങളെ മേത്ത് പഴിച്ചാരാ നാണം കെട്ടവൻ. നിക്കടേ. തൽക്കാലം ഈ ഡീലിങ്സ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ദയവ് ചെയ്തത് പുറത്ത് പറയരുത് ചേച്ചി. എന്റെ വരുംകാല ദാമ്പത്യ ജീവിതം ഇല്ലാണ്ടാക്കരുത്. നമ്മൾ രണ്ടുപേരും പോരെ തൂവൽ പസികളല്ലേ, അതിട്ടിട്ട് വന്ന് കിടക്ക മാമ. പോടാ. എപ്പൊടി കുഞ്ഞാവേ ദാ ഈ ഷൂസ് ഇട്ടേ, കാറ്റ് പോണ്ടേ? അങ്ങനെ പറഞ്ഞ ഇതിട്ടില്ലേ മാമൻ കൊണ്ടുപോയില്ലേ? നിന്നോടല്ലേ ഇടാൻ പറഞ്ഞേ, പിന്നെന്തെത്ര വാശി? നിന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ചേച്ചി? എന്താടാ? എന്റെ പുത്ര എത്ര പറഞ്ഞിട്ട് തീർന്നില്ല, എനിക്ക് പ്രാന്ത് പിടിക്കണ്ട കേട്ടോ. അതെങ്ങനെ ഞാൻ ഇടിച്ചു കാണിച്ചു തരാം. ദാ ഇപ്പൊ ഇടും. കുഞ്ഞാവേ ഷൂസ് ഇട്, മാമന്റെ ഒപ്പം ടാറ്റ പോണ്ടേ. ഇനി ഇടില്ലേ? സ്മാർട്ട് മമ്മി. കുഞ്ഞാവ് ഫയർ മാജിക് കണ്ടുണ്ടോ? ദ ഗ്രേറ്റ് നാടൻ ഫയർ മാജിക് മാമൻ കാണിച്ചു തരട്ടെ. That's the spirit, my boy. Before performing this magic, കുഞ്ഞു കുട്ടികൾ ഇത് ദയവ് ചെയ്ത് അനുകരിക്കാൻ ശ്രമിക്കരുത്, because this is highly inflammable and risky. So കുഞ്ഞാവേ ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ. എങ്ങണ്ട് കത്തിക്കട്ടെ? എന്താ അമ്മേ ദാ വരണോ? വേലാണ്ടിക്ക് വരെ വേല പഠിപ്പിച്ചു കൊടുത്താനാ ഈ കുഞ്ഞാവ. ആ എന്നോടാ വേല ഇറക്കാൻ വരുന്നത് കള്ള മാമ. കുഞ്ഞാവേ ബലൂണ് തട്ടി കളിക്കാണോ? മാമന് തന്നെ നോക്കട്ടെ. അതുകൊണ്ടൊരു സൂത്രം കാട്ടി തരാ. വെരി ഗുഡ്. ദാ കണ്ടോ, അള്ളാഹ് കസം അബുക്കാ ഹുക്കും പക്ഷിക്ക് പോ. അയ്യോ അത് പൊട്ടിയില്ലേ, പിന്നെ എങ്ങനെയാ തരാ? വേറെ ബലൂൺ ഉണ്ടോ? വേറെ ബലൂൺ ഉണ്ടെങ്കിൽ മാമൻ കാറ്റ് നിറച്ച് തരാം. വെരി ഗുഡ്. ഇപ്പൊ ശരിയായി തരാട്ടോ. ഇന്നാ പിടിച്ചോ. അന്ത സത്തം കരെ നല്ല കരെ. ഇല്ല, കുഞ്ഞാവ കഥയില്ല. ഈ പൊട്ടിച്ച 2 ബലൂണിലുള്ള മരമതി തൊട്ടി മാമനെ കൊണ്ട് പറയിപ്പിച്ചേ ഇനി കുഞ്ഞാവ് ഉറങ്ങുള്ളൂ. ഇത് സത്യം സത്യം സത്യം. കല്യാണം കഴിഞ്ഞാലും ഞാൻ പണിക്കൊന്നും പോവില്ല, നിന്നെ പണിക്കോട്ട് ജയിക്കും. പരിസരബോധമില്ലാതെ ശൃംഗരിക്കുന്ന മാമ, ഇത് തന്നെ പറ്റിയ അവസരം. അതെ അതെ.
ആ കാലൊന്ന് നീട്ടിക്കേ. അതൊന്നുമില്ല. ഇവിടെ എൻ്റെ പെങ്ങടെ കൊച്ചേ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ചെയ്യാ. നീ പറഞ്ഞേ. സെറ്റ്. Uh-oh. എന്ത് പറ്റി മാമ? ഒന്നുമില്ലടാ മോനെ, ശ്രീലങ്കൻ അതിർത്തിയിൽ ചെറിയൊരു ന്യൂനമർദ്ദം. എന്തോ കിലുങ്ങുന്നുണ്ടല്ലോ. കിലുങ്ങിയതല്ല, കലങ്ങിയതാ. Violence, violence, violence. I don't like it. I avoid. But violence like me, I can't avoid. మామడు కుഞ്ഞാవాణ సుమ్మవ నేను చాలా భయంకర డేంజరసు. കിയാ 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 അഞ്ച് കുരുവികൾ, കിയാ 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 ആറ് കുരുവികൾ, കിയാ കിയാ കി കില 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 കില. ഹായ്, ഞാൻ എക്കുറു കുഞ്ഞാവ. ഹലോ, ഞാൻ ശംഖു കുഞ്ഞാവ. എന്തു ചെയ്യുന്നു? ഉറങ്ങുന്നു, എണീക്കുന്നു, കുളിച്ചൊരുങ്ങുന്നു, പാപ്പം കഴിക്കുന്നു, സ്നഗ്ഗിടുന്നു, വീണ്ടും ഉറങ്ങുന്നു. റിപ്പീറ്റ്. നമ്മൾ എന്തു ചെയ്യുന്നു? ഇതൊക്കെ തന്നെ. മൈ നെയിം ഈസ് പിങ്കി, പിങ്കി പിങ്കി പിങ്കി, പീ പീ ചി ചി ചി. ബ്രോ, ഏതാണ് ആ കിടിലം കൊച്ച്? നല്ല കൂട്ടാണല്ലോ. കുഞ്ഞാവാസ് എന്ന് പറഞ്ഞാലേ കൂട്ടല്ലടാ മണ്ട. ബൈ ദ ബൈ, ലുക്ക് അധികം അങ്ങോട്ടേക്ക് പോണ്ട. അവൾ എന്റെ ആളാ. പോടാ. ആന്ന്, വെയിറ്റ്, ഇപ്പൊ കാണിച്ചു തരാം, നോക്കിക്കോ. പിങ്കി വാവേ, ഈ പാവങ്ങൾക്ക് ഇച്ചിരി സെർലാക്ക് ഉണ്ട് തായോ. വിശന്നിട്ടാനേ. പോയി നിന്റെ അമ്മയോട് ചോദിക്കടാ, വായ നോക്കി. അടപടലാണല്ലോടാ. ബൈ ദ ബൈ, അതിനെ നീ തന്നെ തൊച്ചൊന്നും വേണ്ട. സാധാരണ ഇതിലും വലിയ മുട്ടാൻ തെറി കേൾക്കാറ്. ഇന്ന് ഇച്ചിരി ഡീസന്റാ. അല്ല, നീ ഏത് കരയിലെ? ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാലോ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാ നിന്റെ വീട്ടുകാര് തിരക്കില്ലേ? ആവോ, ഞാൻ നോക്കിയപ്പോ വീടിന്റെ പടി ഇങ്ങനെ തുറന്നിട്ടിരിക്ക. പിന്നെ ഒന്നും നോക്കിയില്ല. എങ്ങോട്ടേക്കാന്നറിയാതെ ദിശാബോധം ഇല്ലാത്തൊരു യാത്രയായിരുന്നു. അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. ശരി, അപ്പൊ തിരിച്ചു വീട്ടിക്ക് പോവാ അറിയാതെ പെട്ട് കിടക്കാലേ. മോനെ, മോനെ, വിക്രമേ. അമ്മ, മോനെ. അമ്മ, നീ ഇതെങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നേ? അമ്മ എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്തോരം വ്യസനിച്ചോന്നറിയോ? വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്റെ പുതിയ ബ്രണ്ടാ. ആണോ? ജോ 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 ചക്കുടു 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 അയ്യോ, തക്കുടു വാവാ, വാ പോവാം. നീച സ്ത്രീയെ, ഇല്ല, നിങ്ങൾ എന്റെ അമ്മയല്ല. ഈ കുഞ്ഞാവയ്ക്ക് ഇനി മുതൽ ഇങ്ങനെ ഒരു അമ്മയില്ല. സ്വന്തം വാവയുടെ മുന്നിൽ വെച്ച് കണ്ണി കണ്ട വാവേനെ കൊഞ്ചിച്ച നിങ്ങളൊരു അമ്മയാണോ? കൊണ്ടോക്കോ, അവനെ കൊണ്ടോക്കോ, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടോക്കോ. വാവല്ല. അമ്മ പാപ്പം കുറുക്കി തരാ. എന്നാ ക്ഷമിച്ചിരിക്കുന്നു, പോവാ.
ആ എന്നാ വാ. കിയാ 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 അഞ്ചു കുരുവികൾ. അയ്യേ അമ്മ അമ്മ ഞാനിന്നോ കുഞ്ഞാവ പിന്നാലെ വരാം. കുഞ്ഞാവയ്ക്ക് ചെറിയ ഒരു കണക്ക് കൂടെ തീർക്കാണ്ട്. ആരാന്റെ അമ്മ കൊഞ്ചിക്കാൻ വരുമ്പോ ചീറിളിച്ച് നിന്ന് കൊടുക്കുന്ന എല്ലാ കുഞ്ഞാവകൾക്കും ഇതൊരു പാഠമാവട്ടെ. എന്റെ അമ്മ എന്റെ മാത്രം അഹങ്കാരാടാ. Don't ever, never try this again. Mind it ട്ടോ, mind it. പോടാ ഭ്രാന്താ. ശംഖുവാവേ, നീ ഇവിടെ ഇരിക്കാണോ? വന്നേ, അമ്മ ഉറക്കി തരാ. അമ്മേ. ആ ഇതേത് ഈ ചക്കരവാവ? എന്താണ് എന്താണ്? എന്താ അവിടെ പേര്? എതുക്ക് എതുക്ക് കുഞ്ഞാവനെ എതിർത്ത് കൊഞ്ചിക്ക്. കരയല്ലേ കരയല്ലേ മോനെ. ദേ നോക്കി. ഹാവൂ നിന്നു. ദേ വീണ്ടും. നന്നായിട്ടില്ലേ? നീ കരയല്ലേ? ആ ശ്രമിക്കാം. ഈ കൊച്ചു പിള്ളേരുടെ കരച്ചിൽ നിർത്താന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. ഓ ശരിയാ. മലമ്മ പിതാ പിതാതെ ഫുൾ HD വീഡിയോ സോങ്. മോഡേൺ കുഞ്ഞാവാസ് റിക്വയർ മോഡേൺ സൊല്യൂഷൻസ്. നനഞ്ഞ് നനഞ്ഞ് കുഞ്ഞാവയുടെ ഊപ്പാടളകി. കുഞ്ഞാവേ, ചെറിയ വായിൽ വലിയ വർത്താനം വേണ്ട. ഇപ്രാവശ്യം സേമിയ പായസം പ്രതീക്ഷിച്ചേ. എന്റെ പൊന്നേച്ചി, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പണ്ട് പഠിച്ച ഹൈസ്കൂളിലേക്ക് നമ്മൾ കുടുംബസമേതം പോണത് 50 പൈസയുടെ 2 മിഠായിക്ക് ഒരു തൂക്കുപാത്രം പായസത്തിനാണ് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഭയങ്കര മോശമാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് ദേശഭക്തിപരമായ പല വികാരങ്ങളും നമ്മൾ ഉൾക്കൊള്ളാനുണ്ട്. മോനെ, പണ്ട് സ്കൂൾ അസംബ്ലിക്ക് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുമ്പോൾ എല്ലാ സഹോദരിക്കും ചുക്ക് പിടിച്ച് പ്രതിജ്ഞ ചൊല്ലിയവനാ നീ. അത് പണ്ടല്ലേ. അപ്പൊ ഇപ്പോഴോ എല്ലാ ഇന്ത്യക്കാരും നിന്റെ സഹോദരിമാരാണോ? അല്ലേലും നീ ഒരു സഹോദരി തന്നെ ധാരാളാ. ഒരു ഭൂഖണ്ഡത്തിലുള്ള എല്ലാ സഹോദരികൾക്കും തുല്യ നീ. അമ്മേ, കുഞ്ഞാവയ്ക്ക് നടക്കാൻ വയ്യ. കുഞ്ഞാവനടുക്ക്. അയ്യടാ, അങ്ങോട്ട് നടക്ക്. ഇതുകൊണ്ട് തന്നെ നിന്നോട് വരണ്ടാന്ന് പറഞ്ഞേ. എന്ത് വേണ്ടായത്? ആ മാതുലനും പെങ്ങളും മോനും എല്ലാരും ഉണ്ടല്ലോ. കുടുംബസമേതത എവിടെ പോയി? ഞങ്ങള് സ്കൂളിക്ക് പായസം വാങ്ങാൻ പോയതാ കൂടമ്മാമ. അത് പിന്നെ സ്വാതന്ത്ര്യ ദിനായോണ്ട് കുഞ്ഞാവിന് സ്കൂളിലെ പരിപാടിയൊക്കെ ഒന്ന് കാണിക്കാൻ പോയതാണ്. ആഹാ, ഇവനതിനു സ്കൂളിൽ ചേർത്തോ? അതിനുള്ളതൊന്നും ആയിട്ടില്ലെന്നേ. എന്നാലും ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ദേശഭക്തിപരമായ വികാരങ്ങളുടെ വിത്ത് വിതയ്ക്കുന്നത് നല്ലതല്ലേ? ഹായ് കാർ. കുഞ്ഞാവയ്ക്ക് കാർ വാങ്ങിച്ച. കുഞ്ഞാവയ്ക്ക് കാർ വാങ്ങിച്ചതാ. അതൊന്നും വേണ്ട. പോട്ടെ ചേച്ചി, അവൻ കൊച്ചല്ലേ. വേണ്ടാന്ന്. കണ്ടോ കണ്ടോ, ഇന്ന് സ്വാതന്ത്ര്യ ദിനായിട്ട് കുഞ്ഞാവയ്ക്ക് ഒരു കാറ് വാങ്ങി കളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ആരാ പറഞ്ഞത്? മാമൻ വാങ്ങിച്ചു തരാടാ. മാമൻ വാങ്ങിച്ചു തന്നിട്ട് എന്താ കാര്യം? കാറ് വാങ്ങിച്ചതാ മാമ. അതെന്നെ പറഞ്ഞത്, മാമൻ വാങ്ങിച്ചു തരാന്ന്. എന്തിനാ വെറുതെ? പോട്ടെ ചേച്ചി, അവൻ കൊച്ചല്ലേ. സൂണേട്ടാ, അത് കാരണം എത്ര? അതിന് 500 ഉറുപ്പ്യല്ലേ ഉള്ളൂ. സ്പെഷ്യൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രൈസാ. 500 ഉറുപ്പ്യേ? നിങ്ങളൊരുമാതിരി പഴയ ബ്രിട്ടീഷുകാരെമാരി പെരുമാറല്ലേ. ഇറക്കുമതി ചെയ്ത ഐറ്റാണേ. എവിടുന്ന്? ചൈനന്നാ? അല്ല, കുന്നംകുളത്തുനിന്ന്. ഷോ, ഇത്രയും വിലയുള്ളതൊന്നും വെറുതെ വാങ്ങി കൊടുക്കല്ല അപ്പുവേ. അമ്മേ, വാങ്ങിച്ചതാ മാമ. കുഞ്ഞാവയ്ക്ക് വേണ്ട ഒരു സ്വാതന്ത്ര്യം. പോട്ടെ ചേച്ചി, അവൻ കൊച്ചല്ലേ. സൂണേട്ടാ, ആ കാർ എടുക്ക്. ഓ,
ഇന്ന് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് സുഗുണേട്ടന്റെ കടയിൽ നിന്നും മാമന്റെ വക കുഞ്ഞാവയ്ക്ക് ഒരു കാർ. ദാ നോക്കി കണ്ടും കളി. മാമൻ മാഷ്. ആരേ വാ, സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ തന്നെ ഉപയോഗിച്ചു. എൻ്റെ 500 മണീസ് അല്ലേ 48 പീസസ് ആയിട്ട് ഈ കിടക്കുന്ന ചേച്ചി. സാധാരണ 68 പീസസ് ആ കണക്ക്. പോട്ടനിയ അവൻ കൊച്ചല്ലേ. പറഞ്ഞ പോലെ ഓൻ കൊച്ചല്ലേ. 500ന്റെ വേറൊരു കാറും കൂടെ ഉണ്ട്, എടുക്കട്ടെ. മുതലെടുക്കാണോ സജി? വാങ്ങിത്താ മാമ, പ്ലീസ് പ്ലീസ് വാങ്ങിത്താ. എനിക്കിതൊന്നും ആയില്ല. നിനക്കൊന്നും ആയില്ല, ബട്ട് എനിക്കെല്ലാമായി. കഴിഞ്ഞോ? അച്ഛൻ നിനക്ക് മാത്രമല്ല എനിക്കും കൊടുന്നിരുന്നു. മൂത്തവരെ മൂപ്പിക്കാൻ നോക്കല്ലേ. ഇനി ഞാൻ തിന്നുന്നത് നീ നോക്കിയിരുന്നോ? അമ്മ അവളൊന്ന് തിന്നതാ. തിന്നതാണ് എന്താ? നീ തിന്നില്ലേലും കുഴപ്പമില്ല. അവളെ ഇളയതല്ലേ. ദാ മോളെ. മമ്മി is so sweet. മൂത്തവരോട് കളിച്ചാലും ഇളയവരോട് കളിക്കല്ലേ. ഇതെപ്പടി? മാമ, കുഞ്ഞാവയ്ക്കും മുട്ടായി തായോ? ഒന്ന് പോയാലോ അവിടുന്ന്. പോയി നിന്റെ അച്ഛനോട് വാങ്ങിച്ചു തരാൻ പറ. എന്താ കുഞ്ഞാവേ? ഈ മാമ കുഞ്ഞാവയ്ക്ക് തരാതെ ഒറ്റയ്ക്ക് മുട്ടായി തിന്നണോ? അതവന് കൊടുത്തേ. കൊണ്ടായി മുണുങ്ങ്. കുഞ്ഞു പിള്ളേടെ മോന്ത നോക്കി മുട്ടായി തിന്നെ എനിക്ക് നാണല്ലേ. നീ തിന്നില്ലേലും കുഴപ്പമില്ല. മൂത്തവരോട് കളിച്ചാലും ഇളയവരോട് കളിക്കല്ലേ. ഇതെപ്പടി? പൈതമായി കുഞ്ഞാവയ്ക്ക് ഇപ്പൊ 2 മുട്ടായി ആയി. അപ്പൊ എങ്ങനാ പരിപാടി തുടങ്ങിയല്ലേ? അടി പൂക്കുറ്റി. അതെ, കുഞ്ഞാവയ്ക്ക് കുറുമ്പ് ലേശം കൂടുതലാണ്. അതുകൊണ്ട് അവൻ അച്ഛന്റെ മടിയിൽ മാത്രമേ ഇരിക്കൂ. അത് വിഷയമുള്ള വിഷയമല്ലാന്നേ. കുറുമ്പല്ല, ഞാൻ മാറ്റി തരാ. ആ ക്രാവിനെ ഇങ്ങോട്ട് ഇരുത്തുക. ഞാൻ മുള്ളും. അവനെ അവന്റെ അച്ഛന്റെ മടിയിലല്ലാതെ വേറെ ആരുടെയും മടിയിലിരുന്ന അപ്പം മുള്ളി നാട്ടിക്കും. മുള്ളട്ടെ. വേണ്ട ഉണ്ണിയെ, എന്നാ പിന്നെ അച്ഛൻ തന്നെ കുട്ടിയെ എഴുത്തിനിരുത്തട്ടെ. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അതിന്റെ മുറയ്ക്ക് തന്നെ ചലിക്കട്ടെ. വേർ ഈസ് കുട്ടീസ് ഫാദർ? ഐ ആം ഹിയർ. ഹായ് നമ്പൂതിരി ബ്രോ. Hey man, what's up? ഇളിപ്യൻ ബ്രോയോ? സോറി നമ്പൂതിരി സാർ. നമുക്ക് ചടങ്ങ് തുടങ്ങല്ലേ? ഇതങ്ങോട്ട് പിടിക്കുക. വാവ്, ഞങ്ങളിവിടെ പൊന്നേരി വെക്കാറ്. ഇത് തനിക്ക് അടുപ്പിലിട്ട് വേവിച്ച് ഞണ്ണ ഉള്ളതല്ല, എഴുത്തിനിരുത്താനുള്ളതാ. കുട്ടിയെ മടിയിലിരുത്തി എഴുതിക്കുക. ഐസി കുഞ്ഞാവേ. ഈ മാമൻ ഏതാ? ഞാൻ മോനെ എഴുതിക്കാൻ വന്നതാ. എഴുതുക. അതെന്താ ഇത്രയും വലുതായിട്ട് സ്വന്തമായി എഴുതാൻ വയ്യേ? പോങ്ങൻ. കുഞ്ഞാവേ ഡോണ്ടു. എഴുതിക്കുക. ഹരിശ്രീ ഗണപതയേ നമഃ. ടഫാണല്ലോ. കുറച്ച് സിമ്പിൾ ആക്കാൻ പറ്റുമോ? സിമ്പിൾ ആക്കണോ? കളകളം ഒഴുകുമോ ഒരു അരുവിയിൽ ഒരു പുളകം. എഴുതുക. ഇനിയും സിമ്പിൾ ആക്കണോ? ദാ പിടിച്ചോ. കരളിനു മലരിതളു തിരു മൊരളി കുലമിളകിയ ചുരുളകം. എഴുതുക. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഹരിശ്രീ. ഹൈ ഏബ്യൻ. എടോ വിവരദോഷി, കുഞ്ഞിന്റെ കൈ വെച്ച് എഴുതിക്കടോ. ഓ കുഞ്ഞാവേ വാ എഴുത്. എഴുതു മോനെ. അങ്ങോട്ട് എഴുതടോ ചേർക്ക. ഇത് കടിക്കോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. കടിച്ച് പരിക്കട്ടെ. പെട്ടെന്ന് തന്നെ എഴുതിക്ക. മുഹൂർത്തം കഴിയാറായേ. മുഹൂർത്തോ? ഇത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം നടത്താനുണ്ടേ, അതിന്റെ മുഹൂർത്തം കഴിയാറായി. പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുക. കുഞ്ഞാവേ എഴുതണ കണ്ണാ. മനുഷ്യ, ഇത് നടപടിയാവില്ല. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ഞാൻ
തുടങ്ങിയോ? ഓ പണത്തിന്റെ കാര്യമില്ല, ഞാനൊരു ഐഡിയ ഇറക്കാൻ പോവാന്ന്. കുഞ്ഞാവേ മൊബൈല് 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 ആ മൊബൈല്. അതെ, ഇതിൽ നോട്ട് പാഡ് എടുത്തിട്ട് മലയാളം കീബോർഡ് ഓൺ ആക്കിണ്ട്. എങ്ങനെയായാലും നമുക്ക് കാര്യം നടന്നാ പോരെ, ഇത് വെച്ച് എഴുത്തിനിരുത്ത്. ഓ നീ ഒരു ബുദ്ധിമതി തന്നെ. ആഹാ, അങ്ങനെങ്കിൽ അങ്ങനെ പരിപാടി നടക്കട്ടെ, സംഗതി കളറാവട്ടെ. മോഡേൺ കുഞ്ഞാവാസ് റിക്വയർ മോഡേൺ സൊല്യൂഷൻസ് എന്നാണല്ലോ കണ്ണപ്പൻ മഹർഷി പറഞ്ഞിരിക്കുന്നേ. കുഞ്ഞാവേ വാ എഴുതാ. ആ വേണ്ട, കുഞ്ഞാവയ്ക്ക് ഒറ്റയ്ക്ക് എഴുതാറിയാ. ഇങ്ങട് താഴെ അച്ഛാ. എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. താമേ. ചാടയില്ലെങ്കിൽ ഒരു ഹായ് തരൂ മോളൂസേ. ആഹാ, ബേഷ് ബേഷ്. പപ്പ ചെയ്യുന്നത് കണ്ടു. ഓഹോ, ഭലേ ബേഷ്. കുട്ടികളെ വഴിതെറ്റിക്കുന്നോടോ അലവലാതി ഷാജി. ദാ നമ്പൂതിരി അരി വെച്ചോളൂ, വായിക്ക് അരിയിടാൻ ആവശ്യം വരും. നോമെന്ന് തെറിക്കട്ടെ. പോവാൻ വരട്ടെ, ഇയാക്കടെ മരണാനന്തര ചടങ്ങുകൾ കൂടി നിർവഹിച്ചിട്ട് പോയാ മതി. ആയിക്കോട്ടെ, സന്തോഷം. ബിങ്കോ. എന്റെ എയ്ത്ത് ഡേയും അച്ഛന്റെ ഡെത്ത് ഡേയും ഒരു ദിവസം വന്നൂലേ. പാട്ടേ കോ ആക്സിഡൻസ്. പോടാ. എല്ലാരും പോകുഞ്ചു പൊറിഞ്ചി മലയിലോ, ഈ ഞാനും പോകുഞ്ചു പൊറിഞ്ചി മലയിലോ. കൂടെ വന്നാ വാങ്ങി തരാഞ്ഞ സ്നെക്കി സർലാക്ക്. എല്ലാരും പോ. എന്താണ് ഇക്രു കുഞ്ഞാവേ വിഷമിച്ചിരിക്കണ്? ഒന്നുമില്ല ചങ്കു കുഞ്ഞാവേ. കുഞ്ഞാവകള് വിഷമിക്കാൻ പാടില്ല. കുഞ്ഞാവകള് വിഷമിച്ച വലിയ വാവകൾക്കും വിഷമാവും. പറ എന്താ കാര്യം? അത് പറഞ്ഞ ചിലപ്പോ നീക്കും വിഷമായാലോ. അച്ഛനും അമ്മയും അച്ഛക്കീമം വാങ്ങിച്ച് തരാന്ന് പറഞ്ഞ് ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുപോയി ഏതോ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇഞ്ചക്ഷനും വാങ്ങിച്ചിട്ട് 2 തുള്ളി കയ്പയ്ക്കാനീരും വായിൽ ഒട്ടിച്ച് പറഞ്ഞു പറ്റിച്ചപ്പോ പോലും ഈ ശംഖു കുഞ്ഞാവ വിഷമിച്ചിട്ടില്ല. എന്നിട്ടാ അച്ഛനും അമ്മയും അത് തന്നെ എന്താ വിഷമം? ഈ അച്ഛനും അമ്മയും നമ്മൾ കുഞ്ഞാവകൾക്ക് ആരുമല്ല. അങ്ങനെയൊന്നും പറയല്ലടാ മണ്ട. അവരാണ് നമുക്കെല്ലാം. നമ്മളില്ലാതെ അവരുമില്ല, അവരില്ലാതെ നമ്മളുമില്ല. ആണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ. ഇത്രയും ഇഷ്ടം നമ്മളോടുണ്ടായിട്ടും എന്റെ അച്ഛൻ്റെ അമ്മേനെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല. അവരുടെ കല്യാണ ആൽബത്തിലും വീഡിയോയിലും ഒന്നും ഞാനില്ല. യഥാ മന്ദൂസേ, അതാണോ കാര്യം? അത് എനിക്കും വിഷമം വരുന്നു. അതെന്റെ എന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണ ആൽബത്തിലും വീഡിയോയിലും അതെ ഞാനില്ല. അപ്പൊ അവര് എന്നെ വിളിക്കാതെയും പറയാതെയാണ് അവരുടെ കല്യാണത്തിന് പോയത്. പിങ്കിന് വേണ്ടാത്തവർക്ക് പിങ്കിക്കും വേണ്ട. പിങ്കി കുഞ്ഞാവേ എങ്ങോട്ടാ? ഞാൻ പോവാ, ഈ പഞ്ചായത്ത് വിറ്റത്തെ പോവാ. എന്റെ അച്ഛനും അമ്മയും എനിക്കാരുമല്ല. നിങ്ങൾക്കറിയോ, എന്റെ അച്ഛനും അമ്മയും എന്നെ കൂട്ടാണ്ട് അവരുടെ കല്യാണത്തിന് പോയി. അവരുടെ കല്യാണ ആൽബത്തില് ഈ പിങ്കിയുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. അവരുടെ കല്യാണ വീഡിയോയില് ഈ പിങ്കിയുടെ ഒരു നിഴല് പോലും ഇല്ല. പിങ്കിന് വേണ്ടാത്തോരെ പിങ്കിക്കും വേണ്ട, അത്രേ ഉള്ളൂ. പിങ്കി കുഞ്ഞാവേ ഇങ്ങ് വന്നേ. അച്ഛൻ നീ പറഞ്ഞ കളിത്തോക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കുഞ്ഞാവകൾ അനുഭവിക്കുന്ന പ്രശ്നമല്ലേ? വെരി സീരിയസ് ഇഷ്യൂ. എന്നാലും എന്റെ അച്ഛൻ്റെ അമ്മയും കല്യാണത്തിന് ഞാൻ എവിടെയായിരുന്നോ എന്തോ. ഞാനും എവിടെയായിരുന്നോ എന്തോ. വിസിബിൾ കൺഫ്യൂഷൻ. പാട് പാട്. കുഞ്ഞാവേ ജോണി ജോണി യെസ് പപ്പ, അങ്ങനെ പാട്. ഒന്ന് പാട് എന്റെ കുഞ്ഞാവേ. എന്താ ചേച്ചി ഇത്? കുറെ നേരമായില്ലോ തുടങ്ങിയിട്ട്. ഇവന് ഞാൻ കുറച്ച് റൈംസ് പഠിപ്പിച്ചു കൊടുക്കാളാ. നാളെ
കത്തിപ്പാറയില് ചിപ്പിച്ചിട്ടയുടെ മൂത്ത മോളുടെ കല്യാണല്ലേ? അതിന് അതും ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോഴിപ്പാറയിലെ കോമമാമയുടെ രണ്ടാമത്തെ ചെറുക്കന്റെ കല്യാണത്തിന് പോയപ്പോഴേ ആ ചന്ദ്രികയുടെ കുഞ്ഞാവ് ഒറ്റ സ്ട്രെച്ചറാ അയ്യപ്പന്റെ അമ്മയും കാക്കേ കൂടെ പാടി കുടുംബക്കാരെ മൊത്തം കയ്യിലെടുത്തത്. ഇവനാണെ 1 2 3 ABCD മുക്കി ചൊല്ലി ഒപ്പിച്ചു എന്ന് മാത്രം. നീ നോക്കിക്കോ, അവളുടെ കുഞ്ഞാവ് മലയാളം പദ്യം ചൊല്ലിയെങ്കിൽ എന്റെ കുഞ്ഞാവ് നാളത്തെ കല്യാണത്തിന് ഇംഗ്ലീഷ് റൈംസ് ചൊല്ലി കയ്യടി വാങ്ങിക്കും. എന്റെ ചേച്ചി ഇത്തിരി ഇല്ലാത്ത കൊച്ചിനെ കൊണ്ട് എന്തിനാ വെറുതെ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മാമ. 1 2 3 ABCD പഠിപ്പിക്കും. എന്നിട്ട് വരുന്നവരോടും പോണവരോടും എന്തിന് ഇന്നാള് കമ്പിളിപ്പതപ്പ് വിൽക്കാൻ വന്ന ബീഹാരി മാമനോടടക്കം ഈ അമ്മ പറഞ്ഞ് ഞാൻ ചൊല്ലിക്കൊടുത്തു. ഇതൊക്കെ വെറും ചീപ്പ് ഷോ ആണ് കേട്ടാ. ചീപ്പ് ഷോ. എന്റെ കൊച്ചിന് ഇച്ചിരി ബുദ്ധിയുണ്ടെന്ന് ബാക്കിയുള്ളവർ അറിയണത് എന്തത്ര തെറ്റ്? അതിന് അവനൊന്ന് ആവട്ടെ എന്നിട്ട് ഷോടാ. ഇക്കണക്കിന് ആ ചന്ദ്രികയുടെ കൊച്ച് ഹരിമുരളീരവൻ പാടിയ ഇവനെ കൊണ്ട് പ്രമദവനം പാടിക്കോ നീ? നീ പറഞ്ഞതിലും കാര്യണ്ട്. പറഞ്ഞ പോലെ അവൻ കൊച്ചല്ലേ? ആ അതാണ്. ഹായ് മാമൻ സൂപ്പറാടാ. പിന്നല്ല. പക്ഷേ ഇനി എങ്ങാനും ആ ചന്ദ്രികയുടെ കുഞ്ഞാവ് ഹരിമുരളീരവൻ പാടിയാലോ? അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് ഇവനെ കൊണ്ട് ഞാൻ പ്രമദവനം പഠിപ്പിക്കാം. മാമ പൊണ്ടാരക്കാല കാലമാണ് രസിക്കേ. ഓൾ ദ ബെസ്റ്റ് കുഞ്ഞാവേ. സംഗതിയും ശ്രുതിയെല്ലാം കറക്റ്റാക്കി വെള്ളി വീഴാതെ തന്നെ പാടി തകർക്ക്. പകശിക്ക് പോങ് കുഞ്ഞാവേദ ബിസ്ക്കറ്റ് ഭാഗ്യം പൊട്ടിയില്ല. കുഞ്ഞാവേ വാട്ട് പപ്പി ഷൈം ആർ യു ഡൂയിങ്? മാമ ബിസ്ക്കറ്റ് നിലത്ത് വീണാണോ എടുത്ത് തിന്നുന്നത്? നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ആയിരക്കണക്കിന് ബാക്ടീരിയ വൈറസ് കീടാണുക്കളെല്ലാം നിലത്തുണ്ടാവും. അത് ബിസ്ക്കറ്റിനെ പറ്റി അത് എടുത്ത് തിന്നുമ്പോ കുഞ്ഞാവയ്ക്ക് അസുഖം പിടിക്കും. അയ്യോ പേടിക്കണ്ട, ഇങ്ങ് തന്നേക്ക്, മാമൻ കളഞ്ഞോളാം. മാമൻ എന്താ മാമനായത്? കുഞ്ഞാവേദ ഭാഗ്യം. താങ്ക് യു മാമ. ബേവക്കൂഫ് കുഞ്ഞാവ. അത് പിന്നെ ചേച്ചി, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നമ്മളെ പോലെയാണോ? പണ്ട് ചെളിയിൽ കളിച്ചും മണ്ണ് വാരി തിന്നും ഹൈ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കിയ ബോഡിയാണ് എന്റേത്. അപ്പൊ പിന്നെ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി തിന്നൂന്നേ ഉള്ളൂ. ജസ്റ്റ് എ സോഷ്യൽ സർവീസ്. ബിസ്ക്കറ്റ് വേണേ ചോദിച്ചാ പോരെ, ഞാൻ തരില്ലേ. പക്ഷെ അതിന് ഈ പറ്റിച്ച് തിന്നണ ടേസ്റ്റ് കിട്ടില്ലല്ലോ. മാമ ദാ വേറെ ബിസ്ക്കറ്റ്. വെരി ഗുഡ്, കുറച്ച് പഠിച്ചു. അയ്യോ അപ്പൊ മാമന് അസുഖം പിടിക്കൂലേ? മാമൻ സ്ട്രോങ് അല്ലടാ മോനെ. കൈസാറിന്റെ കൂട്ടിൽ നിലത്ത് കിടന്നുണ്ടായിരുന്നതാ. അവൻ ചെറിയ പൊട്ട തിന്നുള്ളൂ. നിലത്ത് വീണത് തിന്ന് അവൻ എന്തെങ്കിലും അസുഖം പിടിച്ചാലോ? അതുകൊണ്ട് അവന്റെ തൊള്ളയെ കൈയിട്ട് കുഞ്ഞാവ എടുത്തോണ്ട് വന്നതാ. നിനക്ക് പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ഹൈ ആയതുകൊണ്ട് കുഴപ്പമില്ല. പോലീസുകാരെല്ലാരും വെടിവെക്കുന്നത് കുഞ്ഞാവോട് ആരോ പറഞ്ഞേ? കുഞ്ഞാവ സിനിമയിൽ കണ്ടല്ലോ, ഞാൻ അതേപോലെ ആവും. അതൊക്കെ സിനിമയിലല്ലേ കുഞ്ഞാവേ, അതെല്ലാം ആക്ടിംഗ് ആണ്, ഒന്നും റിയൽ അല്ല. അതേപോലെ ഒന്നും റിയൽ ലൈഫിൽ നമുക്ക് ആവാൻ പറ്റില്ല. നീ കുറച്ചും കൂടെ വലുതായാൽ മനസ്സിലാവും. അങ്ങനെയാണല്ലേ? ആ സിനിമയല്ല ജീവിതം, സിനിമ വേ ജീവിതം വേ. കണ്ണി കണ്ട സിനിമകളൊക്കെ കണ്ട അതിലുള്ളവരെ പോലെ ആവാൻ നോക്കിയാലേ ജീവിതം നശിച്ചു പോവും. സിനിമ കണ്ട അത് തീരുന്നോടത്ത് തീരണം, പിന്നെ അത് ജീവിതത്തിലേക്ക് എടുത്തു കൊണ്ടുവരാൻ പാടില്ല. ഒരൊറ്റ കൊട്ട് വന്നുണ്ടല്ലോ, അതിന് ഞാൻ ചാവണം. ഞാനാ റോക്കി ബായ്. ജോക്കിട്ട് നടക്കാൻ പോലും പ്രായമാവാത്തവനാ റോക്കി ബായ് ആവാൻ നടക്കുന്നത്. ജോക്കിട്ട് നടക്കാൻ പ്രായമായെങ്കിലും അത് ഇടാതെ നടക്കുന്ന മാമന് റോക്കി ആവാമെങ്കിൽ എനിക്ക് ആവാ റോക്കി. റോക്കി ബായെ തൊട്ട് കളിക്കണ്ട, മാമനാ റോക്കി ബായ്. ഞാനാ റോക്കി ബായ്. മാമൻ വേണേ കുരുടനായിക്കോ, അല്ല ഗരുടനായിക്കോ. കുരുടനും കരുടാനെല്ലാം നിന്റെ അച്ഛനെ കൊണ്ടാക്കിയാൽ മതി. മൂപ്പരാകുമ്പോ മേക്കപ്പ് ഇടണ്ട. അല്ല മാമൻ തന്നെ, കുഞ്ഞാവയ്ക്ക് മാമന്റെ തല വെട്ടണ്ടേ. എന്തൊക്കെ പറഞ്ഞാലും റോക്കി വിട്ട് വരില്ല. റോക്കി ഞാൻ തന്നെ. അല്ല ഞാനാ റോക്കി. അല്ല ഞാൻ. ഞങ്ങള് വെറുതെ അന്തരാക്ഷസി കളിക്കായിരുന്നു ചേച്ചിയെ. മാമനും കൊള്ളാം, മോനും കൊള്ളാം. ഇനി ഇവിടെ തൊള്ളിവിളി കൂട്ടിയ രണ്ടെണ്ണത്തിന് എന്റേത് കൊള്ളും. അമ്മ സെന്റിമെന്റിൽ കയറി പിടിക്കാം. അമ്മ ഈ ലോകത്തിലെ എല്ലാ സ്വർണവും കുഞ്ഞാവ അമ്മയ്ക്ക് കൊണ്ടുതരും. ചില അടിമകളായിരുന്നാലും 100 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ ചിലർ ഒരു
വെറുതെ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. വെറുതെ ഇരുന്നാൽ പോലും ബാക്കിയുള്ളവർക്ക് ഒരു ഉപദ്രവമായി മാറുന്ന ശുദ്ര ജീവിയായി പോയല്ലോ അനിയാ നീ. പറമ്പിൽ അച്ഛനെ പോയി സഹായിക്കടാ. ഓ ആജ്ഞ പോലെ. റോക്കി ഭായി ആവോ നടക്കുന്നു, അതും ഈ മഹിഷ്മതി സാമ്രാജ്യത്തില്. ഇത് ശിവഗാമി കട്ടളെ ഈ ചെറുക്കനത് കുറെ നേരമായല്ലോ. എന്റെ ഗോൾഡൻ കുഞ്ഞാവേ ഒരു തൊയിലെന്താ, അങ്ങനെ ഒരു സോങ് യൂട്യൂബ് എന്നല്ല ഗൂഗിളിൽ പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ അന്ധനായനെ. നീ ഒന്നും മെനക്കെടുത്താണ് പോയെ. എടാ ഈ മേലെ വീട്ടിലെ ബാബേട്ടൻ പാട്ട് എവിടെയില്ല. കുഞ്ഞാവേ, എന്റെ അറിവിൽ വീട്ടുപേരില്ലാത്ത എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്ന് വെറും ബാബേട്ട പാട്ടുണ്ട്. അത് വേണേ ഞാൻ വെച്ചേരാ. താഴത്തെ വീട്ടിലെ ബാബേട്ട സോങ്. ശരി എന്നാ ടൈപ്പ് ചെയ്യാൻ വെച്ചോ. ആ ഇതാ കണ്ടില്ലേ, ഈ ബാബേട്ടനേ ഉള്ളൂ, ആ ബാബേട്ടല്ല. തൽക്കാലം ഈ വെറും ബാബേട്ടനെ കേട്ട് ധൃതങ്ക പുളകിതനാവ്. എന്റെ പൊന്നേച്ചി, കഴിഞ്ഞ 2.5 മണിക്കൂറായി ഏതോ ഒരു പാട്ട് വെച്ചാരാ പറഞ്ഞ് കിടുങ്ങാൻ തുടങ്ങിയിട്ട് ഒരു സുഖം തൊയിലില്ലാന്നേ. എന്നാ പിന്നെ അതൊന്ന് വെച്ചു കൊടുത്തൂടെ നിനക്ക്? മലയാള സംഗീത ചരിത്രത്തില്, എന്തിന് ലോക സംഗീത ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു പാട്ട് ആരും പറിച്ചു വിട്ടിട്ടില്ല. ഇനി ഇവന് വേണ്ടി ഞാൻ സ്പെഷ്യലായി അങ്ങനെ ഒന്ന് കമ്പോസ് ചെയ്യേണ്ടി വരും. അതേത് പാട്ട്? ഹാ അങ്ങോട്ട് ചോദിക്ക്. ഏതാ കുഞ്ഞാവേ? ഇതെന്ത്? ഇത് ലണ്ടൻ ബ്രിഡ്ജ് ഫാളിംഗ് ഡൗൺ ആണ്. എന്തോന്ന് ചേച്ചി ഇത്? കുഞ്ഞാടയിലെന്താ ഒരു കുഞ്ഞിന്റെ വക തരുവെങ്കിലും കാണിക്കണ്ടേ? അവന്റെ താഴത്തെ വീട്ടിലൊരു ബാബേട്ടൻ. മോനെ അനിയ, നീ നിന്റെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയേ. ഇവന്റെ പ്രായത്തിൽ പോണ്ട, നീ ഒരു 5ാം ക്ലാസ്സിലേക്ക് പിടിക്കേ. അംഗനവാടി ഗേൾ, അംഗനവാടി ബോയ്, ഇമാജിനേഷൻ, ചിക്കൻ കോമ്പിനേഷൻ, അമ്പമ്പാടി ലച്ചമ്പാടി, അമ്പമ്പാടി ലച്ചമ്പാടി, ഊവാവു ഊവാവു അമ്പമ്പാടി. എന്തേ? കുറ്റം പറയേണ്ടതില്ല, അവൻ കുഞ്ഞല്ലേ. ഈ അമ്പമ്പാടി ആരാ മാമ? അത് എന്റെ പഴയ ഒരു ക്ലാസ്മേറ്റാ. അപ്പൊ ലച്ചമ്പാടിയോ? അതെന്റെ പുതിയൊരു ക്ലാസ്മേറ്റ്. ഹൂ എന്റെ പൊന്നോ, ആ പാട്ടിച്ച പാട്ടിച്ച. അമ്മ സ്റ്റാർട്ട് മ്യൂസിക്. അതവന്റെ അമ്മായോണ്ട്. അതെ
എന്താ കുഞ്ഞാവേ പ്രശ്നം? ചേട്ടാ അച്ഛാ, ഈ അമ്മയുടെ പേര് അമ്മ എന്നല്ലാതെ സുലു എന്നാണ് പോലും. അതെ, സുലു സുധീഷൻ. ഇതെവിടുന്ന് ഈ സുധീഷൻ കയറി വന്നേ? സുധീഷനല്ലേ ഞാൻ, കുഞ്ഞാവേടെ അച്ഛൻ. അപ്പൊ അച്ഛന്റെ പേര് അച്ഛൻ എന്നല്ലേ? അല്ല. അപ്പൊ എല്ലാരും കൂടെ കുഞ്ഞാവേനെ പറഞ്ഞ് പറ്റിക്കായിരുന്നൂലേ? ഇനി ഏതൊക്കെ പേര് വന്നാലും അച്ഛൻ അമ്മ എന്ന പേരിന്റെ തട്ട് താഴെ തന്നെ ഇരിക്കും. ഇതെന്താ ഇങ്ങനെ? പേടിക്കണ്ട, വെളിമുതിക്കുന്നതിന്റെ പ്രാരംഭഘട്ടമാ, സ്വാഭാവികം. ഓഹോ. ഈ തറവാട്ടിൽ ഞാൻ അറിയാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യേ. മാമ, കുഞ്ഞാവേണ്ട് ചാച്ച പോവാൻ. ഏയ്, കുഞ്ഞാവേനെ ഞാൻ നാളെ കൊണ്ടുപോവാ. വേണ്ട, കുഞ്ഞാവേനെ ഇപ്പൊ കൊണ്ടുപോയാ മതി. ശരി, എന്നാ അകത്ത് പോയി ചെരുപ്പിട്ടേച്ചും വാ, എന്നാ ടാറ്റ കൊണ്ടുപോവാ. മാധവൻ നായർ Bloody forest buffalo, mama. കുഞ്ഞാവേനെ അങ്ങനെ പറ്റിക്കാന്ന് കരുതണ്ട, ചെരുപ്പ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. ശരി, ആ തിരിവ് വരെ പോയിട്ട് വരാം. പറ്റില്ല, ഞാൻ ഫുള്ള് മാമന്റെ ഒപ്പം കറക്കാം. എന്റെപ്പോ അതൊന്നും ശരിയാവില്ല, ഞാൻ കൊറേ ദൂരത്തേക്കാ പോണ്. ഒന്ന് കൊണ്ടുപോടാ, കുഞ്ഞ് എത്ര ദിവസമായി വാശി പിടിക്കുന്നു. എന്റെ ചേച്ചി, ഞാൻ വരാൻ കൊറേ ലേറ്റ് ആവും. അതെനിക്കൊരു വിസയേ അല്ല, കുഞ്ഞാവയ്ക്ക് ടാറ്റ പോയാ മതി. ഈ പിള്ളേരുള്ള വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോവാന്ന് പറഞ്ഞ വല്ലാത്ത ടാസ്ക് ഓഫ് ദ ടാസ്ക് ആലോ. കൊണ്ടുപോയിരുന്നാൽ ബാക്കിയുള്ളവർക്ക് ഒരു സ്വസ്ഥത കിട്ടിയാനേ. ഒന്ന് കൊണ്ടുപോടാ, അവൻ കുഞ്ഞല്ലേ, നീ അല്ലാതെ പിന്നെ ആരാ അവനെ ടാറ്റ കൊണ്ടുപോവാ? ആ ശരി, ആ സ്കൂട്ടിയിൽ കയറി അതില് പോവാ. എന്ത്? കുഞ്ഞാവയ്ക്ക് വീട്ടിൽ പോണം. എനിക്കെന്റെ അമ്മയെ കാണണം. എനിക്കെന്റെ അമ്മയെ കാണണം. വൈഫൈ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ആ പോവാം, പക്ഷെ കുഞ്ഞാവേനെ എന്താ ചെയ്യാ? സിനിമയ്ക്ക് പോവാണോ? കുഞ്ഞാവയുണ്ട്. കണ്ടോ, അവന് ത്രില്ലായി. കുഞ്ഞാവയ്ക്ക് സിനിമ ഭയങ്കര ഇഷ്ടാ. അതൊന്നും ശരിയാവില്ല, ഇവൻ ഒതുങ്ങിയിരിക്കില്ലെന്നേ. ഇരിക്കും, കുഞ്ഞാവ ഒതുങ്ങിയിരിക്കും. അവനൊരു പ്രശ്നമില്ല, നിനക്കാണോ പ്രശ്നം? എനിക്കെന്ത്, എന്നാ പോവാം. കുഞ്ഞാവ സിനിമയ്ക്ക് പോവാനേ. എപ്പോഴാ പടം തുടങ്ങാ? തുടങ്ങും, സമയം ആവണല്ലേ ഉള്ളൂ. അമ്മ, അതെന്താ തുടങ്ങാത്ത? ഈ പരസ്യം കഴിഞ്ഞ് തുടങ്ങും കുഞ്ഞാവേ. സിനിമ ആ, പടം തുടങ്ങാൻ പോവാണേ, പേരെഴുതി തുടങ്ങി. തുടങ്ങായാ? എന്നാ കുഞ്ഞാവയ്ക്കൊന്ന് കരയണം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഒന്ന് ഇന്റർവെല് വരെയെങ്കിലും കരയാതിരുന്നൂടെ? പറ്റില്ല, തിയേറ്ററിൽ വന്നാ പടം തുടങ്ങി കഴിഞ്ഞാൽ കരയണം. ഇല്ലേ കുഞ്ഞാവാസ് കരിയോഗം കമ്മിറ്റീനെ എന്നെ മാറ്റി നിർത്തി വിമോചനാക്കി കളയും. എന്നാ വാ, പുറത്തു പോയി കരയാ. പുറത്തു പോയാൽ ഞാൻ കരയില്ല, പക്ഷെ അകത്തിരുന്നാ ഞാൻ കരയും. അതെ, നീ ഇവനെടുത്ത് പുറത്ത് കൊണ്ടുപോവാന്നാണോ? അല്ല, ഇന്റർവെല്ലിന് പോപ്കോൺ വേണ്ട, ഐസ്ക്രീം മതി. കുഞ്ഞാവേ, കുഞ്ഞാവ് ഉറങ്ങിയോ? അമ്മ എന്താ അമ്മേനമ്മ? ഉറങ്ങിയ കുഞ്ഞാവേത്ത് ഉറങ്ങിയോന്ന് ചോദിച്ചാ എങ്ങനെ പറയാ? ശരിയാണല്ലോ. ഓ സോറി. ഇതെന്തിനാണ് ചേച്ചി കൊച്ചിന്റെ രണ്ട് സൈഡും തലോടെ വെച്ചിരിക്കുന്നത്? ആ അതില്ല അനിയാ, അതൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വെക്കുന്നതാ. ഇൻ കേസ് അവൻ ഉറക്കത്തുനിന്ന് കിടന്നു ഉരുളുമ്പോ തടയാൻ വേണ്ടിയുള്ള ഒരു തടയണയാണ് ഈ തലയണ. ഹോ, നിന്റെ ബുദ്ധി എയർ ഇന്ത്യ തന്നെ. ഇതൊക്കെ എന്ത്? ഹാ, ബസ്റ്റ്. ഇതിപ്പോ ഇവനെ തടയാൻ വെച്ച തലയണയെ തടയാൻ വേറൊരു തടയണ വെക്കേണ്ട അവസ്ഥയാണല്ലോ. എന്താ ചെയ്യാ? ഇതൊക്കെ എന്ത്? എന്തോന്ന് കുഞ്ഞാവിത്, രാവിലെ തുടങ്ങിയതാലോ കലപിലാന്ന്. ബുദ്ധിയില്ല മാമന്, വിവരം തീരെയില്ല. കുറച്ചു നേരം ഒന്ന് വായ അടച്ചിരുന്നേ. നിന്റെ വായിക്ക് റെസ്റ്റ് ഇല്ലെങ്കിലും ബാക്കിയുള്ളവരെ ചെവിക്ക് റെസ്റ്റ് വേണം. വായ അടക്കത്തില്ലടാ. ആ ഒരു ചേച്ചി എങ്ങനെ ഇത് സഹിക്കണേ? ഇവനൊന്ന് കുറച്ചു നേരം മിണ്ടാതിരുത്താൻ പറ്റുമോ? അവന്റെ വായ അടക്കണേലേ ഒരു ട്രിക്കേ ഉള്ളൂ. എന്ത്? പിന്നെ എന്റെ ടെട്ടി പേരടക്കും വായ. നീ പോടാ. കുഞ്ഞാവേ, ആ കാണിച്ചേ, പാപ്പം കഴിക്കാം. I am trapped. ഇത് കൊള്ളാലോ. ഫുഡ് കയ്യിലെടുത്ത ഇവനെ പോലുള്ള നൊട്ടോറിയസ് കുഞ്ഞാവകളുടെ സ്ഥിരം പരിപാടിയാ. ഒരുമാതിരി ആരോപണ വിധേയരായ മന്ത്രിമാരെ പോലെ. ഇനിയിപ്പോ എപ്പോഴാ തുറക്കുക? അപ്പൊ കുഞ്ഞാവയ്ക്ക് പാപ്പം വേണ്ട അല്ലേ? എന്നാ പിന്നെ കഴിക്കാം.
വല്ലാത്ത ജാതി. വായ തുറക്കത്തില്ലടാ. ആഹാ നല്ല കുഞ്ഞാവ, ഒന്ന് കളിപ്പിച്ച് കളയാ. കുച്ചു 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 കുച്ചു. ജുജു ജു 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 ജു. ഇവൻ ആരോട് അത്രയും വെയിറ്റ് ഇടാൻ? എന്നാ ചിരിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. കൊയ്യ 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 കൊയ്യ. എന്താ 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 കുഞ്ഞാവേ? ആ ഊളമാനം കുഞ്ഞാവേനെ നോക്കി കൊഞ്ഞനും കുത്തുന്ന. കൊഞ്ഞനും കുത്തിയതല്ല ചേച്ചി, കൊഞ്ചിച്ചതാ. കൊച്ചങ്ങളെ പേടിപ്പിച്ചിട്ടാണോ കൊഞ്ചിപ്പിക്കുന്നത്? കുഞ്ഞാവേ ആ മാമനെ നോക്കണ്ട കേട്ടോ, അത് പോക്കാനാ. ഒരു സ്വീറ്റ് പോവാ. പെങ്ങളെ ചുമ്മാ പണി വാങ്ങാൻ നിൽക്കണ്ട, അവനെ ആളിച്ചിരി പശക്ക കരഞ്ഞു പൊളിക്കും. എന്നാ അതൊന്നും അറിയണല്ലോ. നല്ല രസം. എടുക്ക് എടുക്ക് കുഞ്ഞാവേനെ എടുത്ത് കൊഞ്ചിക്ക്. such a cute കുഞ്ഞാവ. ഇത് കുഞ്ഞാവയല്ല, കുഞ്ഞു കോഴിവാവയെന്നാ തോന്നുന്നത്. ചക്കട മുത്തേ മാമയുടെ വാവേ ചന്നം പിന്നം ചാഞ്ചാടി. ഗുജു 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 ഗുജു. ബുജുക്കു 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 ബുജു. ഈ കുഞ്ഞാവയ്ക്ക് മാമനെ കിട്ടിയ പിന്നെ ആരും വേണ്ട. അത് പിന്നെ അവൻ എന്റെ മരുമോനല്ലേ ചേച്ചി, ഇല്ലടാ? ചക്കയ്ക്കൊത്ത മാവൻ തന്നെ. എന്തേ എന്താ നോക്കണേ? ദേഷ്യം വരുന്നോടാ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നീ കരയോ? കരയോടാ? കരയോടാ? എടാ കരയ്. കരയാ. ആഹാ ഇത്രയ്ക്ക് അഹങ്കാരോ? കരയില്ല? നിന്റെ കളിപ്പാട്ടം. അങ്ങനെ കര 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 വരോ കര കര. ആഹാ അന്തസത്തം, എന്ത് മനോഹരമായ കരച്ചിൽ. ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങുന്നത് പോലുണ്ട്. കര കര കര. എന്താ ചേച്ചി? ചക്കൻ ചുമ്മാ കരയോ? എന്തിനാ കുഞ്ഞാവെ കരയുന്നേ? എന്താടാ? അല്ലേ മാമനെ കണ്ട ചിരി കളിയൊക്കെ ആണല്ലോ. ഇതിപ്പോ എന്ത് പറ്റി? അതാ ഞാനും ആലോചിക്കുന്നേ. കൊച്ചിന് വിശന്നിട്ടാവും ചേച്ചി, എന്തേലും കഴിക്കാൻ എടുത്തോണ്ട് വാ. അല്ലേടാ വാവേ? വിശന്നിട്ടാണോ? അമ്മ പാപ്പം കൊണ്ടുവരാട്ടോ. അതുവരെ മാമൻ കുഞ്ഞാവെ കളിപ്പിക്കും. ഞാനൊന്ന് സംസാരിക്കാൻ തുടങ്ങട്ടെ. അതുവരെയുള്ളൂ നിന്റെ ഈ ഏസിന് കളി. അവിടുന്ന് തൊട്ട് പണ്ട് എന്റെ കോർട്ടിലാവും. നിന്നെ കൊണ്ട് ഞാൻ മുക്രിടിക്കും, മുക്രി. യു ബ്ലഡി സൺ ഓഫ് മൈ അമ്മച്ചൻ. എവിടെ കുഞ്ഞാവ? എവിടെ? അവനെ കാണാനേ ഞങ്ങള് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേ. കുഞ്ഞാവ് ഉറങ്ങാണേ, ഞാൻ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാം. വേഗം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എന്റർടൈൻമെന്റിനുള്ള സമയായേ. കുഞ്ഞാവേ എണീറ്റേ, ദേ നിന്നെ കാണാൻ 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്തൊരു കഷ്ടത്. മനുഷ്യന് സ്വസ്ഥതയും തരൂല. ഇങ്ങനല്ലേ 3-4 ആളുകൾ വന്ന്. അത് അച്ഛന്റെ വീട്ടുകാരല്ലേ, ഇത് എന്റെ വീട്ടുകാരാ. നീ വന്നൊരു 5-6 ക്യൂട്ട്നെസ് ഇട്ട് മെഴുകിയാ മതി, അവര് ഹാപ്പി ആയി പൊക്കോളും. വാ. ഈ തിരക്ക് പിടിച്ച ചൈൽഡ്ഹുഡ് ലൈഫ് ഒന്ന് പെട്ടെന്ന് വളർന്നു കിട്ടിയാ മതിയായിരുന്നു. വാ. ആരാ അത്?
അമ്മാവനെ മനസ്സിലായോ? കണ്ട പാടെ സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ താനാണോ എന്നെ പെറ്റിട്ടത്? അമ്മായി മനസ്സിലായോ? പിന്നെ അമ്മായിന്റെ അമേരിക്കൻ പ്രസിഡന്റ് നല്ല ന്യൂസില് കണ്ടാർന്ന്. മോൻ അമ്മയുടെ അതേ മൂക്ക. തുടങ്ങി. പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. മൂക്ക് മാത്രല്ല പുരികം അവളെ പോലെയാ. പുരികം മാത്രല്ല വിരലിലെ നഖം വരെ അതേപോലെയാന്ന് പറഞ്ഞ ടീംസ് ഉണ്ട്. കണ്ണും പുരികവും ചുണ്ടും മൂക്കെല്ലാം അമ്മേനെ പോലെ ആണെങ്കിലും ഫേസ് മൊത്തത്തില് അച്ഛനെ വാർത്ത് വെച്ച പോലെ തന്നെ. തനി അച്ഛൻ കുട്ടൻ. അതെ അതെ. ശരി, ബോഡി ഷേമിങ് കഴിഞ്ഞത് ഞാൻ എന്നാ പൊക്കോട്ടെ. ഇപ്പൊ ഇറങ്ങി രാത്രി മുഴുവൻ ഉറക്കൊളയ്ക്കാനുള്ളതാണ്. ശരി എന്നാ. കുഞ്ഞാവേ, ഇവർക്ക് കാക്ക കരയുന്നത് എങ്ങനെയാന്നൊന്ന് കാണിച്ചു കൊടുത്തേ. നശിപ്പിച്ച്. അതൊക്കെ അറിയോ? പിന്നെ കാക്ക എങ്ങനെ കരയാ? പൂച്ച പൂച്ച മിയു മിയു. പോരട്ടെ. ബോബ് എങ്ങനെയാ? കാലക്കി കാലക്കി മിടുക്കൻ. അമ്പോ, അടിപൊളി. തീർന്നിട്ടില്ലേ അമ്മായിയെ? ഡാൻസ് എങ്ങനെയാ കളിക്കാന്ന് കാണിച്ചു കൊടുത്തേ. ഡാൻസ് കളിക്കേ. സൂപ്പർ. ഇവന് നല്ല കഴിവുണ്ട് കേട്ടോ. ഒക്കെ തനിയെ പഠിക്കുന്നതാണ്. ഞങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നേ. ആണോ? സ്മാർട്ട് കുഞ്ഞാവ. യെസ്, വെരി വെരി സ്മാർട്ട്. കുഞ്ഞാവേ, വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഞാൻ പഠിപ്പിച്ചു തന്നാലും തെറ്റാതെ അവരുടെ മുന്നിൽ പെർഫോം ചെയ്യണം. കേട്ടല്ലോ? എന്തിന്? വന്നവര് ഞെട്ടട്ടേന്ന്. ഞാൻ പെറ്റിട്ടതൊരു ചില്ലറ കുഞ്ഞാവില്ലാന്ന് അവര് അറിയട്ടെ. അതിനാണ് ഒരു കഥനെ കത്തിച്ച് പൊട്ടിച്ച പോലെ വന്നവര് ഞെട്ടിക്കോളൂ. ഞാൻ എന്തിനാ ചുമ്മാ എഫേർട്ട് ഇടുന്നു? അതുപോലെ പാട്ട് പാടാൻ പറഞ്ഞാൽ പാടിക്കോളും. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ കളിച്ചോണം. അത്യാവശ്യം ജനറൽ നോളേജും അറിഞ്ഞിരിക്കണം. ഇതെല്ലാം എല്ലാ കുഞ്ഞാവകളുടെയും കടമയാണ്. അണ്ടർസ്റ്റാൻഡ്? കുഞ്ഞാവയായി ജനിച്ചു പോയിന്റെ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. അങ്ങോട്ട് ചെയ്യന്നെ. ഇതെന്താടി ചേച്ചി? അതൊന്നുമില്ലടാ. വിരുന്ന് വന്നവരെല്ലാം ചെറുക്കനെ കണ്ട് കണ്ണു കെട്ടി കാണും. അപ്പൊ കടുകും മുളകും ഒഴിഞ്ഞിട്ടതാ. കണ്ണു വെക്കാൻ എന്താ പണ്ടായേ? ഇവൻ ഡാൻസും പാട്ടൊക്കെ കളിച്ച് അവരുടെ മുന്നിൽ സ്മാർട്ടായി തകർത്ത് ആടുകയായിരുന്നില്ലേ. അതൊക്കെ നീ എന്നല്ലേ പഠിപ്പിച്ചു കൊടുത്തേ? അതെ. എന്തിന്? ഇങ്ങനെ പുറത്തുനിന്നുള്ളവരും വരുന്നവരൊക്കെ പിന്നെ കഴിവ് കണ്ട് ഞെട്ടാൻ വേണ്ടി. എന്നിട്ട് ഇതെന്തിനാ ചെയ്യുന്നത്? ആ കണ്ട് ഞെട്ടിയ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി. ശരി എന്നാ. സ്മാർട്ട് കുഞ്ഞാവ. കുച്ചു 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 കുച്ചു. സ്മാർട്ട് മമ്മി ടു. വീട്ടിലേക്ക് വിരുന്നുകാർ വന്ന കുഞ്ഞാവയുടെ ഒരു സ്പെഷ്യൽ ടാലന്റ് ഷോ. അത് മസ്റ്റ്. കുഞ്ഞാവേ പറഞ്ഞേ. A for എന്താ? ആപ്പിൾ. B for ball. അപ്പൊ C for ഇവിടുത്തെ കാറ്റാണ്. കാറ്റ്. കാറ്റ്. ഗുഡ് ബോയ്. എന്തോ അത്? ഇപ്പൊ തന്നെ നീ കൊച്ചിനെ ഓരോന്ന് പഠിപ്പിച്ച് ശ്വാസം മുട്ടിക്കാണോ? എന്റെ സുധിയേട്ടാ, നമ്മൾ ഇപ്പൊ തന്നെ ഇവന് നല്ല പ്രോപ്പർ ട്രെയിനിങ് കൊടുത്താലേ നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവന് പിള്ളേരുടെ മുന്നിൽ പിടിച്ചെക്കാൻ പറ്റുള്ളൂ. എന്നെഴുതി ഇച്ചിരില്ലാത്ത കൊച്ചിനെ എങ്ങനെ കഷ്ടപ്പെടുത്തണോ? ഇതൊന്നും കഷ്ടപ്പാടല്ലെന്നേ. ഇതൊക്കെ ഇവന് ഇഷ്ടാ. അല്ലെങ്കിൽ സമയം കിട്ടുമ്പോ നിങ്ങൾ ഇവരെന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അച്ഛനാണത്രേ അച്ഛൻ. എന്താ പഠിപ്പിക്കാണ്ട്? ഞാനും പഠിപ്പിക്കാറുണ്ട്. പക്ഷെ പഠിപ്പല്ല, മിടുക്കാ മിടുക്ക്. ഏത് പ്രതിസന്ധി ഘട്ടവും സമർത്ഥമായി തരണം ചെയ്യാനുള്ള മിടുക്ക്. അതെന്ത്? സുധീഷല്ലേ അവിടെ? അച്ഛൻ വരില്ല. ടാറ്റ പോയിരിക്കോ. കാശ് അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നും വലിപ്പിച്ച്. അച്ഛൻ പഠിപ്പിച്ചു തന്നതാ. അമ്മ, എനിക്ക് സ്കൂളിൽ പോവാൻ തീരെ വയ്യ. നല്ല പനിയുണ്ട്. പനിയോ? നോക്കട്ടെ. അയ്യോ, ചുട്ടു പൊള്ളാണല്ലോ. മോന്ന് പോണ്ട, റെസ്റ്റ് എടുത്തോ. അയ്യോ,
കുശലം പറിച്ചല്ല കാര്യം പറയാനാ. ബിൽഡപ്പ് ഇടാണ്ട് കാര്യം പറയടി. എവിടെ നിന്റെ പുന്നാര കുഞ്ഞാവ? അവപ്പുറത്ത് കളിക്കുന്നുണ്ട്. കുഞ്ഞാവേനെ വളർത്തുമ്പോ മര്യാദയ്ക്ക് വളർത്തിക്കോണം. നിന്റെ കുഞ്ഞാവെ എന്റെ കുഞ്ഞാവെ ബാറ്റ് ബോൾ കളിക്കുമ്പോ നിന്റെ കുഞ്ഞാവ എന്റെ കുഞ്ഞാവയോട് ചെയ്തെന്താണെന്നറിയോ? എന്തേ നിന്റെ കുഞ്ഞാവ എറിഞ്ഞ ബോൾ എന്റെ കുഞ്ഞാവ സിക്സ് അടിച്ചോ? അടിച്ചടി. സിക്സ് അല്ല, ആ ബാറ്റ് കൊണ്ട് എന്റെ കുഞ്ഞാവയുടെ മൂക്കൊന്നും അടിച്ച് പരത്തി ചപ്പാത്തി പലക പോലെയാക്കി. നിന്റെ പുന്നാര കുഞ്ഞാവ. എന്റെ കുഞ്ഞാവയോ? ഒരിക്കലുമില്ല. അവനൊരു പാവം കുഞ്ഞാവേ. ഒരു ഉറുപ്പിനെ പോലും നോവിക്കാറില്ല എന്റെ കുട്ടിക്ക്. അവനത് ഒരിക്കലും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. വീടില്ല, ഞാൻ അടിച്ച് പരത്തി ചപ്പാത്തി പലക പോലെയാക്കും. നോവിക്കില്ല, പക്ഷെ നൈസായി അങ്ങ് തട്ടിക്കളയും. വേണോ മാമ? എടുത്തോ. ജിങ്കജ ജിങ്കജ പച്ചക്കലരി ജിങ്കജ. കുഞ്ഞാവി ഉണ്ടല്ലോ. കുഞ്ഞാവിക്ക് എന്റെ മനസ്സിലായോ? അമ്പടാ മിടുക്കനാണല്ലോ. ഞാൻ അവിടെ നിന്നെ കുറിച്ച് എപ്പോഴും പറയൂണ്ടേ, അങ്ങനെ അറിയുന്നതാ. അല്ല, ആന്റി തന്നല്ലേ ആന്റിയാന്ന് പറഞ്ഞ അങ്ങനെ മനസ്സിലായതാ. കുഞ്ഞാവി നോ. അമ്മ എപ്പോഴും കുറ്റം പറയാറില്ല ആന്റിയാണോ ഈ ആന്റി, മറ്റേ താരക രാക്ഷസി മൂദേവി. ഇവനെന്ന് ഞാൻ വെച്ചാലും എനിക്കില്ല. കൊറേ ആടി ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് കരുതിയിട്ട് ഇപ്പോഴും ഒഴിവ് കിട്ടിയേ. വെറുതെ അമ്മയ്ക്ക് അവിടെ ഒരു പണിയില്ല. ഇന്ന് അച്ഛമ്മ അടുക്കളയിൽ കയറി എന്തേലും പണിയെടുക്കാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. ഈ ചെക്കൻ ചുമ്മാ പറയുവാന്നേ. പോട്ടടി, കുഞ്ഞല്ലേ, പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ? അതെ അതെ. കുഞ്ഞാവയ്ക്ക് ABCD ഒക്കെ അറിയോ? പിന്നെ അത് ചൊല്ലി കേൾപ്പിച്ചു കൊടുത്ത ആന്റിക്ക്. ഒരു കഷ്ണം ടൈഗർ ബിസ്ക്കറ്റിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം? ABCD FG എന്താ പോയത്? അത് LMNOPQRSTയാ. അവിടെ എത്തുമ്പോ ഒരു ഹനുമാൻ കീറ പിടിച്ചാ കിട്ടൂല. ശരി, എന്നായിരിക്കും ഞാൻ ചായ എടുത്തോണ്ട് വരാം. അയ്യോ ഒന്നും വേണ്ടടി, ദാ ഇപ്പൊ കുടിച്ചിറങ്ങിയുള്ളേ. വെറുതെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലേ? അവൻ കുടിച്ചിട്ടില്ല, ഞാൻ കുടിച്ചു. എന്നാ കുഞ്ഞാവയ്ക്ക് എന്താ വേണ്ടത്? ഹോർലിക്സ് എടുക്കട്ടെ? വേണ്ട, കുഞ്ഞാവയ്ക്ക് ഒന്നും വേണ്ട. എന്താ ഇഷ്ടല്ലേ? അതൊന്നും അവൻ കുടിക്കില്ല. നീ ഇഷ്ടാണ്, പക്ഷെ ഇവിടുന്ന് എന്ത് കിട്ടാനും തിന്നരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്തോന്നടി ഇതൊക്കെ? അങ്ങനെയല്ലടി, അറിയാത്തവര് എന്ത് തന്നാലും വാങ്ങിച്ചു കഴിക്കരുതെന്ന് ഞാൻ ചെറുക്കന് പറഞ്ഞു കൊടുത്തേ. അതവൻ തെറ്റിദ്ധരിച്ചതാ. കുഞ്ഞാവേ, ആന്റി നമ്മൾ അറിയുന്ന ആളല്ലേ, അപ്പൊ ഇവിടുന്ന് കഴിച്ചോട്ടോ. കുഴപ്പമാണല്ലോ, ഇനി വീട്ടിൽ കൺഷാ കുൻഷാ വർത്താനം പറയരുത്. അപ്പൊ കുഞ്ഞാവയ്ക്ക് 4 ക്രീം ബിസ്ക്കറ്റും 2 ഗ്ലാസ് ഹോർലിക്സും. വേഗം പോന്നോട്ടെ. പുല്ല് ചോട്ടണ്ടായിരുന്നു കൊടെ, അല്ലെങ്കിൽ ഇനി കിട്ടും വരെ കാറിക്കൊണ്ടിരിക്കും. പോട്ടടി, പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ? കുറച്ചൊക്കെ കള്ളുണ്ടാവുന്നത് നല്ലതാ. ഇന്നങ്ങനെ മാനം കേടില്ലായിരുന്നു. ഫ്രിഡ്ജില് മുട്ടായൊന്നുമില്ല. 5 കുരുവികൾ. പടക്ക എന്തിന്? ആരേലും ചത്ത? ഇന്ന് ദീപാവലിയല്ലേ, ആഘോഷിക്കണ്ടേ? ബാ പതക്കം പൊട്ടിക്കാം. കമ്പിത്തിരി ഉണ്ടാ? മത്താപ്പോ? നോട്ട് ഇൻട്രസ്റ്റഡ്. കുഞ്ഞാവ് പോയേ? അയ്യേ, മാമന് പതക്കം പേടിയാലേ. കഴുത്തിൽ 1.5 മീറ്ററിന്റെ മാലപ്പടക്കവും ചുറ്റി ഒരു കയ്യിൽ ഓലയും മറുകയിൽ പച്ച കൊണ്ട് ഒരുമിച്ച് കത്തിച്ച് പൊട്ടിച്ചിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന പൊട്ടാസ് പൊട്ടിച്ചു നടന്ന കാലം. എന്നിട്ടെന്താ ഇപ്പൊ പൊട്ടിക്കാൻ ഇഷ്ടം? മെച്ചേർഡായടാ കുഞ്ഞാവേ, നിന്റെ മാമന് മെച്ചേർഡായി. ഏതൊരു ദിവസത്തെ പോലും ഇന്നും ജസ്റ്റ് ഒരു നോർമൽ ഡേ തന്നെയാണ്. ഈ ഒരു വിശേഷ ദിവസങ്ങളെ മുതലെടുത്ത് അതിനെ ബിസിനസ് ആക്കി മാറ്റി നമ്മുടെ കീശയിലെ കാശ് കാലിയാക്കുന്നു എന്നല്ലാണ്ട് ഈ ആഘോഷങ്ങൾ കൊണ്ട് ഒരു ഗുണവുമില്ല. നിനക്കും ആ തിരിച്ചറിവുണ്ടാവും ഒരു ദിവസം. ബി പ്രിപ്പയർഡ്.
എന്തിനാണോ പറയുന്നത്? കുഞ്ഞാവ വലുതായ മാമനെ പോലൊരു വാണാവോന്നോർത്ത് കരഞ്ഞു പോയതാ. പാവം പയ്യൻ ഇമ്മച്ചോടായിട്ട് ആഘോഷിക്കുക. ആടാ അളിയാ, ഇന്ന് ദീപാവലി അത്ര, അതിന് ആഘോഷിക്കണ്ടേ? കുപ്പി ബ്ലാക്കിൽ ഒപ്പിക്കോ? ഹൈ വിനാശാലേ ഓപ്പോസിറ്റ് ബുദ്ധി. കുട്ടിമാമൻ ഇരിക്കുക. കുട്ടിമാമനല്ല, അപ്പുമാമൻ. കുട്ടിയുടെ മാമനല്ലേ? അതെ. ആ എന്നാ വല്ലാണ്ട് ചലക്കണ്ട, പറയണ കേക്ക. ഇരിക്കുക. ആയിക്കോട്ടെ. അമ്മച്ചി. കുഞ്ഞാവ ഇരിക്കുക. കുഞ്ഞാവ ഇരിക്കില്ല, കടക്കും. ആ എന്നാ കടക്കുക. നിശ്ചയിച്ച പേര് പറയാ. ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ. കൊള്ളാം, നല്ല മാട്ട പേര്. 3 വട്ടം ചെവിയിൽ വിളിക്കുക. മാടി വിളിക്കണോ, കൂവി വിളിക്കണോ, അതോ ശുശു എന്ന് വിളിച്ചാ മതിയോ? ഹൈ ഇയാളിത് എവിടുത്തെ കപ്പക്കിഴങ്ങനാ? 3 വട്ടം കുഞ്ഞാവയുടെ ചെവിയിൽ പേര് പറയാ. ഓ, ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ 1 തരം, ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ 2 തരം, ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ 3 തരം. സെറ്റ്. ആ അപ്പൊ ലേലം ഉറപ്പിച്ചിരിക്കുന്നു. പേരിടൽ സക്സസ്. ഇനി കുഞ്ഞാവയ്ക്ക് അകത്തേക്ക് പോകാം. എങ്ങോട്ടോ? ഹൈ, ഞാനാണ് ഒഫീഷ്യൽ നെയിം. ഇപ്പൊ 3 തരം വിളിച്ച് ലേലം ഉറപ്പിച്ച പേരിട്ടില്ലേ, ഞാനാണേ. ഒപ്പം വേണ്ടേ? അതിന്റെ ആവശ്യമില്ല, ഒരു പേരിന് നിന്നിട്ടോന്നേ ഉള്ളൂ. ഒപ്പം കൂടാൻ ദാ അവനുണ്ട്. ഹായ്, ഇതെന്ത് പരിപാടിയാ? അപ്പൊ എനിക്കൊരു വിലയില്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ സകലമാന സർട്ടിഫിക്കറ്റുകളിലും നിന്റെ പേരുണ്ടാവും. അതാണ് നിന്റെ വില. ബട്ട് കുടുംബക്കാർ മുതൽ അടുത്ത പരിചയക്കാർ വരെ എല്ലാവരും എന്നെ സ്നേഹത്തോടെ വിളിക്കും. ദാറ്റ് ഈസ് പെറ്റ് നെയിം ആൻഡ് ഇമോഷണൽ ബോണ്ട് വിത്ത് ഓൾ. എന്തുകൊണ്ടും നിന്നേക്കാൾ യോഗ്യൻ. ദിസ് ഈസ് ചീറ്റിംഗ്. ദിസ് ഈസ് നോട്ട് ഫെയർ. അങ്ങനെയാണ് ഇവന്റെ പേര് ചെവിയിൽ വിളിച്ചാ പോരായിരുന്നോ? ഞാൻ എന്തിനാ? ഏയ്, അതിലൊരു പഞ്ചില്ലല്ലോ. ആ അതാണ്, പഞ്ച് കിട്ടണേ ഞാൻ വേണം, അല്ലാത്തപ്പോഴൊക്കെ അവൻ മതി. അതാണടാ പെറ്റ് നെയിം. നീയേ പെറ്റ് നെയിം അല്ല, പൊട്ട നെയിമാ. അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ പോലും നിന്നെ കയറ്റാൻ കൊള്ളാത്ത പൊട്ട നെയിമാണെങ്കിൽ നിന്നെ പോലെ ലൊട്ട നെയിം അല്ല. ഹൈ ഹൈ, നിങ്ങൾ ഇങ്ങനെ തല്ലൂടല്ലേ. അവന്റെ ഈ ഒഫീഷ്യൽ നെയിം വീട്ടിൽ വിളിക്കുന്ന സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷീലു, ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ എവിടെ? മോനെ ബബ്ലീഷ് കുമാർ മാട്ടത്തൊടിയിൽ ഒന്നിങ്ങ് വന്നേ. അയ്യേ അരോചകം. ആ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ഒരു പെറ്റ് നെയിമും കൂടെ കൊടുക്കുന്നത്. പിന്നെ വിളിക്കാൻ എളുപ്പം. അല്ലാണ്ട് ഒഫീഷ്യൽ നെയിമിനോടുള്ള അവഗണനയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതെ അതെ, അത് മാത്രമല്ല കരീം ഖാന്റെ കടയിൽ കട്ടൻ ചായയിൽ ചേർക്കുന്ന കിസ്മത്ത് പോലെ. എന്നെ വിളിക്കുമ്പോ വെറും പേര് മാത്രമായിട്ടല്ല, ഈ കിസ്മത്തും ചേർത്തിട്ടാണ് ആൾക്കാർ വിളിക്കാറ്. നിനക്കില്ലാത്തതോ അതാണ്. കിസ്മത്തില്ലേ എന്താ? 4 ആൾക്കാരുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോ നിന്നെടുത്ത് തോട്ടിൽ തട്ടില്ലേ? തട്ടും. പക്ഷെ അതേ 4 ആൾക്കാരായിട്ട് അടുത്ത് പരിചയപ്പെട്ടു വന്നാൽ തോട്ടിൽ തട്ടി എന്നെ തിരിച്ചെടുത്ത് നിന്നെ തട്ടി ആറ്റിൽ ഒഴുക്കും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ഞാനാ മെയിൻ. അല്ല ഞാനാ മെയിൻ. അല്ല ഞാൻ. അല്ല ഞാൻ. ഉറപ്പിക്കാവോ? യവനാരി? പേരില്ലാത്ത മനുഷ്യന്മാർ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, പക്ഷെ നിക് നെയിം ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ദാറ്റ്സ് ദ പവർ ഓഫ് മീ. ഒഫീഷ്യലി അറിയപ്പെടുന്നത് നിന്റെ പേരിലായിരിക്കാം, അടുത്ത പരിചയക്കാർക്കിടയിൽ അറിയപ്പെടുന്നത് നിന്റെ പേരിലും, പക്ഷെ അവൻ അറിയപ്പെടാൻ പോകുന്നത് എന്റെ പേരിലായിരിക്കും. ബോസ് എന്താ ഇത്ര നേരത്തെ? സാധാരണ സ്കൂളിലെങ്കിലും പോയി തുടങ്ങുമ്പോഴല്ലേ അണ്ണൻ എൻട്രി ചെയ്യാറ്. ചർച്ച പേരിനെ കുറിച്ചായിരുന്നില്ലേ? അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വന്നെന്ന് മാത്രം. വമ്പന്മാർ ചെരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കൊമ്പന്മാർ ചൊറിയാൻ നിൽക്കണ്ട. സമ്മതിച്ചു, ചൊറിയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിളിക്കാനെങ്കിലും ഒരു പേരുണ്ട്. താങ്കൾക്കോ? എന്റെ പേര്. അത് സമയം സന്ദർഭം സാഹചര്യം അനുസരിച്ച് അവന് ചുറ്റുള്ളവർ തന്നെ അവനെ വിളിക്കും. ഇട്ട പേരല്ല, വീണ പേരാണ് വട്ടപ്പേര്. യു അണ്ടർസ്റ്റാൻഡ്? യെസ് യെസ്, ഐ അണ്ടർസ്റ്റാൻഡിങ്. ഫോർ എക്സാമ്പിൾ, നീയും നിന്റെ സ്വഭാവവും ശരീരഭാഷയും ചെയ്ത്തുമെല്ലാം ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതായിട്ടുള്ള ഒരു പേര് ആരെങ്കിലും നിന്നെ വിളിച്ചു വെക്കാം. ആ പേര് നല്ലതാണെങ്കിലോ? ഇനി അഥവാ ആ പേരിൽ നിനക്ക് മുഷിപ്പുണ്ടെങ്കിലോ? ആ അപ്പൊ അതായിരിക്കും നിന്റെ വട്ടപ്പേര്. കാലാകാലങ്ങളായി ലോകത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യന്മാർ മുറ തെറ്റിക്കാതെ അനുഷ്ഠിച്ചു വരുന്ന ഒരു കലാപരിപാടി.